പ്രയറുമായിട്ട് തുടങ്ങിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാം. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ സന്ധ്യാസമയത്തിനായി സ്തോത്രം. പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവെ നീ സഹായിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അനുഗ്രഹങ്ങൾക്കായി, ആലോചനകൾക്കായി തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ശാലേം ടോക്സ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഈ പ്രത്യേക പ്രോഗ്രാമിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ട TJ തോമസ് അച്ഛനിലൂടെ കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൂടിവരവ് അനുഗ്രഹമാക്കണമേ. ഞങ്ങളുടെ മുതിർന്ന പൗരന്മാരുടെ ജീവിത വഴിയിൽ നല്ല ആലോചന ലഭിക്കാൻ തക്കവണ്ണം അച്ഛനിലൂടെ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആദ്യവസാനം അവിടുത്തെ കൃപ കൂടെ ഉണ്ടാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ മറ്റ് സാധാരണ പ്രോഗ്രാമുകൾ പലതും സാധാരണ രീതിയിൽ നടക്കാൻ സാധിക്കാതെ വന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. ശാലേം ടോക്സ് എന്ന പേരിൽ കഴിഞ്ഞ മാസം നമ്മൾ യങ്സ്റ്റേഴ്സിന് വേണ്ടി 3 ദിവസങ്ങളുടെ ടോക്ക് നടത്തി. ഈ മാസത്തിൽ 2 ടോക്സ് ആണ് നമ്മൾ ക്രമീകരിച്ചത്. സീനിയർ സിറ്റിസൺസിനെ പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അതിൽ ആദ്യത്തെ ടോക്ക് നടക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 2ാമത്തെ ടോക്ക് നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ TJ തോമസ് അച്ഛനാണ്. എൻ്റെ വിശ്വാസം ഇവിടെ ഉള്ളവരിൽ, ഇതിൽ പങ്കെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അച്ഛനെ പരിചയമുണ്ട്. ഒരുപക്ഷങ്ങൾ നേരിട്ട് അച്ഛനുമായി പരിചയമില്ല എങ്കിൽ പോലും TJ തോമസ് അച്ഛൻ നമ്മുടെ സഭയിൽ മാത്രമല്ല പൊതുവെ കേരളത്തിൽ എല്ലാവർക്കും പരിചിതനായ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് മേഖലയിൽ അച്ഛൻ്റെ നേതൃത്വം അനുഗ്രഹകരമായി നിർവഹിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ നമുക്കും സന്തോഷമുണ്ട്. ഇന്ന് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ ഹൈദരാബാദിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിന് കൂടുതൽ ആമുഖങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതിഥിയുടെ വാക്കുകളാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അച്ഛൻ ഓതറ സ്വദേശിയാണ്, ഇപ്പോൾ റിട്ടയർ ചെയ്തു. എങ്കിലും ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ അച്ഛൻ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട TJ തോമസ് അച്ഛനെ എറണാകുളം ശാലേം മാർത്തോമ ഇടവകയുടെ പേരിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സന്തോഷത്തോടും ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതുതായി കുറെ ആളുകൾ ഇന്ന് സംബന്ധിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഓവർ ടു TJ തോമസ് അച്ഛൻ. ഇന്ന് നിങ്ങളോടുകൂടെ ഈ പ്രത്യേക സമയം ഒന്നിച്ചു കൂടുവാനും ചേർന്ന് പഠിപ്പാനുള്ള ഈ അവസരം ഒരുക്കി എനിക്കൊരു അവസരം തന്നതിനുള്ള സ്നേഹം, സന്തോഷം, നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതിനു മുൻപ് ശാലേം പള്ളിയിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പലരെയും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ രാജൻ സാർ അതുപോലെ പലരെയും നമുക്ക് അറിയാവുന്നവരുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് വാർദ്ധക്യവും അതുമായി ബന്ധപ്പെട്ടുള്ളതായ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് അതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു വലിയ പ്രസംഗം എന്നുള്ളതിനുപരി ഒരു പഠനത്തിനുള്ള അവസരമായി ഇന്നത്തെ ദിവസം നമുക്ക് തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് എ ടൈം ഫോർ സ്റ്റഡീസ്. അതുകൊണ്ട് ആ തരത്തിലെ പഠനത്തിനുള്ള അവസരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീത്തോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം. ഞാനതൊന്നുകൂടെ വായിക്കാം. വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും
സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം. ഇത് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയായ സമയത്ത് തൻ്റെ ആ ഒരു പ്രത്യേക ചിന്തയിൽ നിന്ന് പറയുന്നതായ വാക്കുകളാണ്. എന്നാൽ വാർദ്ധക്യകാലം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതിനെ നമുക്ക് എങ്ങനെ സന്തോഷമാക്കാം, ആരോഗ്യമാക്കാം, ഇതാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ദ ജോയ് ഓഫ് അവർ ലൈഫ് ഇറ്റ് ഇസ് നോട്ട് ദ ഗിഫ്റ്റ് ഓഫ് എനിബഡി. നമുക്ക് പലപ്പോഴും ഉണ്ട്, എൻ്റെ പിള്ളേർ മൂലം, അല്ലെങ്കിൽ എൻ്റെ മരുമകൾ മൂലം, അല്ലെങ്കിൽ മകൻ മൂലം, അതല്ലെങ്കിൽ എൻ്റെ അയൽക്കാർ മൂലം എനിക്ക് സന്തോഷമില്ല, എനിക്ക് മനപ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരുടെ രീതികളോ മറ്റു പലതും നമ്മുടേതായ ചിന്തകൾക്ക് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ എന്റെ സന്തോഷത്തെ കെടുത്തുന്നത് അവരല്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. എന്റെ സന്തോഷം കെടുത്തുന്നത് ഞാൻ തന്നെയാണ്. അത് പലപ്പോഴും അംഗീകരിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് എനിക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണമാണ് എനിക്ക് സന്തോഷമോ ദുഃഖമോ നിരാശയോ അല്ലെങ്കിൽ പിരിമുറുക്കമോ ഒക്കെ തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രതികരണങ്ങൾ ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ വാർദ്ധക്യത്തോട് തന്നെ എൻ്റെ പ്രതികരണം എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് നാം പഠിക്കുന്നത് നന്നായിരിക്കും. പല ആൾക്കും വാർദ്ധക്യത്തോട് പ്രതികരിക്കുന്ന രീതികൾ വളരെ 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 വികലമായ പ്രതികരണ രീതികളാണ്. ഈ ഓൾഡ് ഏജിനെ കുറിച്ച് ജോസഫ് ക്യാമ്പൽ എന്ന് പറയുന്നതായ വ്യക്തി, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായ ചില വാചകങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാൻ നന്നായിരിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ബ്യൂട്ടി ഓഫ് an aged face is like a white candle in a holy place. അതായത് വാർദ്ധക്യത്തിന്റെ സൗന്ദര്യം, ആ ഏജ്ഡ് ഫേസിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് അൾത്താരയിൽ ഇരിക്കുന്ന ആ മെഴുകുതിരിക്ക്, വെളുത്ത മെഴുകുതിരിക്ക് സമമാണ്. ജസ്റ്റ് ലൈക്ക് ദി വൈറ്റ് കാൻഡിൽ ഇൻ ദ ഹോളി പ്ലേസ്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ബിഹൈൻഡ് ദി ഏജ് ഫേസ് മെമ്മറീസ് ഓഫ് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് ആർ ദേർ. നമ്മളുടെ ഈ വാർദ്ധക്യത്തിന് പിന്നിൽ നമുക്ക് നല്ല നല്ല ഓർമ്മകളുണ്ട്. എന്തിൻ്റെയാണ്? സുഹൃത്തുക്കളുടെ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ നല്ല ഓർമ്മകളുണ്ട്. അദ്ദേഹം വീണ്ടും പറയുന്ന ഒരു വാചകമുണ്ട്, പറയാണ്, ദ റിങ്കിൾനെസ് ഷോസ്. നമ്മളായ വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ അറിയാതെ കൈയും കാലും ഒക്കെ തടയുകയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുകയും എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ദ റിങ്കിൾനെസ്, തൊലി ഉടഞ്ഞോ ചുളുങ്ങിയോ എന്നൊക്കെ നോക്കുന്നവരുണ്ട്. എന്നാൽ പറയുകയാണ്, ദ റിങ്കിൾനെസ് ഷോസ് ദി ഏർണസ്റ്റ് ടൈം ഓഫ് പ്രേയർ, ലവിങ് കെയർ ആൻഡ് ഡെക്കേഡ്സ് ഓഫ് യൂസ്ഫുൾ വർക്ക്. നാളുകളായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ, നമ്മുടെ പ്രാർത്ഥന, ഇതൊക്കെയാണ് ഈ റിങ്കിൾനെസിന്റെ പിൻപിലുള്ളത്. എന്നിട്ട് പറയുന്നു, ബ്യൂട്ടി ഈസ് നോട്ട് ഓഫ് ദ സ്കിൻ ബട്ട് ഓഫ് ദ ലൈഫ് വെൽ ലിവ്ഡ്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ത്വക്കിൻ്റെതായ സൗന്ദര്യമല്ല, ഞാൻ ജീവിച്ചതായ എൻ്റെ ജീവിതത്തിന്റെ ആ മൂല്യം, അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ബ്യൂട്ടി ഈസ് നോട്ട് ഓഫ് ദ സ്കിൻ ബട്ട് ഓഫ് ദ ലൈഫ് വെൽ ലിവ്ഡ്. ഞാൻ എത്ര ഭംഗിയായി ജീവിച്ചു എന്നുള്ളതാണ് എൻ്റെ സൗന്ദര്യം. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ജോസഫ് ക്യാമ്പൽ ഇപ്പോഴത്തെ തലമുറയോട് പറയുന്നൊരു വാചകം, kindness to the elderly brightens the sunset years of the people. പുതിയ തലമുറയോട് പറയുകയാണ്, വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരോട് കാണിക്കുന്നതായ ദയ, കാരുണ്യം പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അല്പമായിട്ടുള്ളതായ സന്തോഷം, അത് അവരുടെ ഈ സൺസെറ്റ്, ഈ ജീവിത അന്ത്യത്തെ ഏറ്റവും പ്രകാശപൂർണമാക്കുവാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് വാർദ്ധക്യത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കരുണ കാണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്കുള്ള വാല്യുബിൾസിനല്ല. വി ഷുഡ് വാല്യൂ മോർ ദാൻ. നമ്മൾ ജീവിതത്തില് വില കൽപ്പിക്കേണ്ട മറ്റ് പലതുമുണ്ട്, നമ്മൾ ഓർക്കണം. എന്ത് സാധനങ്ങൾ ലഭിച്ചു എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഓർക്കണം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യമായ ഒരവസ്ഥ, ദി എസൻസ് ഓഫ് ലൈഫ് ഈസ് ദ ഫിയർ ഓഫ് ഗാഡ്. അപ്പൊ വാർദ്ധക്യ കാലത്ത് ഓർത്തിരിക്കാനുള്ളതായ ഏറ്റവും വലിയ സംഗതി, ദി എസൻസ് ഓഫ് ലൈഫ് ഈസ് ദ ഫിയർ ഓഫ് ഗാഡ്. വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയമാണ് ജീവിതത്തിന്റെ ആ വലിയ എസൻസ്, ധന്യത, പൂർണ്ണത.
അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സത്ത എന്നുള്ള ഓർത്തിരിക്കണം. വാർദ്ധക്യത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ദ ടൈം ഓഫ് ദിസ് ഓൾഡ് ഏജ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ എംപ്റ്റി നെസ്റ്റ് എന്ന്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞ കൂട് പോലെയാണ്, ആളുകളില്ല, വയസ്സനും വയസ്സയും മാത്രം, ചിലയിടത്ത് ഒരാൾ, ചിലയിടത്ത് രണ്ടുപേര്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ, ഒരു എംപ്റ്റി നെസ്റ്റിന്റെ ഇഫക്റ്റ് ആണ്. എന്നാൽ ആ ഉള്ള അവസ്ഥയെ സന്തോഷപൂർണ്ണമാക്കി തീർക്കുവാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പഠനം ലഭിച്ചിട്ടുള്ള ജീവിത സാഹചര്യത്തെ എങ്ങനെ നമുക്ക് സന്തോഷപൂർണ്ണമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൗ ടു മേക്ക് ഇറ്റ് മോർ ഹാപ്പി ആൻഡ് ജോയസ്. ഈ പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ യാഥാർത്ഥ്യത്തിനെതിരായി ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മളൊരു ഡ്രീമിൽ, ഒരു സ്വപ്ന ജീവികളായി മാറാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ, ചെറുപ്പകാലം ഇങ്ങനെ, യൗവനകാലം ഇങ്ങനെ, ജോലിക്കാലം ഇങ്ങനെ, വാർദ്ധക്യകാലം ഇങ്ങനെ, പല സ്വപ്നങ്ങളാണ്. പാട്ടുകാരൻ പറയുന്നത് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലേ എന്ന് പാടുന്നതായ പാട്ടുപോലെ നമുക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നില്ല. നമുക്കറിയാം, നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു, യു ഷുഡ് ഡ്രീം. സ്വപ്നം കാണണം, ഉണ്ടാവാം, പക്ഷേ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ അധ്വാനിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ ഇരുന്ന് ഞാൻ എന്തൊക്കെയോ ആകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഞാനതിന് സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരാൾ സ്വപ്നം കണ്ടു, അദ്ദേഹം ആ ഒരു പുരുഷനും സ്ത്രീയും, അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ തക്കോടെ ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്നപ്പോ അവരുടേതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കൗൺസിലറോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നത് കണ്ട് ഭാര്യയും ഭർത്താവും കൂടെ. അപ്പോ ഭാര്യ ഭർത്താവിന്റെ വയറിനൊക്കെ ഇങ്ങനെ പിടിച്ച് സ്കൂട്ടറിൽ ഇരുന്ന് ഇങ്ങനെ അവർ ഒന്നിച്ചു ചേർന്ന് വളരെ സന്തോഷമായിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഈ കൗൺസിലറോട് ആ ഭാര്യ പറഞ്ഞു, നോക്ക് സാറേ, അതുകൊണ്ട് അവര് പോകുന്നത് കണ്ടില്ലയോ, എങ്ങൾക്ക് സ്കൂട്ടർ ഇല്ലാഞ്ഞിട്ടാണോ, ഈ ഭർത്താവിന് ഓടിക്കാൻ അറിയാൻ പാടില്ലെന്നിട്ടാണോ, ഈ മനുഷ്യനെ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും കൊണ്ടുപോകത്തില്ല. സ്വപ്നങ്ങളാണ്, സ്വപ്നങ്ങൾ. എന്നാൽ ആ കൗൺസിലർ പറഞ്ഞു, അവരെന്നെ കാണാൻ വരുന്നവരാണ്, പക്ഷെ അവര് വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാ വന്നത് നിങ്ങൾ കണ്ടു. പക്ഷേ ആ വയറ്റത്ത് അത്ര മുറുകി പിടിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. മുറുകി പിടിച്ചില്ലെങ്കിൽ വല്ല ഗട്ടറിൽ ചെല്ലുമ്പോ തള്ളി താഴെ ഇടുന്നൊരു ഭയം കൊണ്ടാണ് അത്ര മുറുകി പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്വപ്നങ്ങളിലുള്ള ജീവിതം. ഓരോ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് പഠിക്കുന്നത് എവിടെ, എന്ത്, എങ്ങനെയെന്നുള്ളത്. അതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കണം. നമുക്ക് വാർദ്ധക്യത്തിൽ പ്രധാനമായി 4 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് ശാരീരികം, മാനസികം, സാമൂഹികം, and also religious. There is physical problems are there, the emotional problems are there, and the religious problems, and also the social issues are there. അതുകൊണ്ട് വാർദ്ധക്യത്തെ കുറിച്ച് നമ്മൾ കാണേണ്ടതായ, സയന്റിഫിക്കലി വാർദ്ധക്യത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. വാർദ്ധക്യം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലൈഫ്. കൂടാതെ ഇറ്റ് ഈസ് എ മാസ്റ്റർ പ്ലാൻ ഓഫ് ലൈഫ്. ചെറുപ്പം മുതലുള്ള നമ്മുടെ ജീവിത കാര്യങ്ങളെ ക്രമീകരിച്ചറിയാം. ഇറ്റ് ഈസ് ദ ഗ്രോത്ത് ആൻഡ് ദ ഡിക്ലൈൻ. ആൻഡ് ദർ ഈസ് ആൻ അനബോളിക് സ്റ്റേജ്. നമുക്കറിയാം, ജീവിതത്തിന്റെ തുടക്കകാലം ഒരു കൺസ്ട്രക്റ്റീവ് ആസ്പെക്ട്സ് ലൈഫിനാൽ there is a second stage is called the catabolic stage. അവിടെ എന്ന് പറയുന്നത് is a time of deterioration. അതായത് നമ്മുടെ ലിവിങ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു ചെറിയ താഴ്ച, അല്ലെങ്കിൽ നമ്മുടെ ആ ആദ്യകാലത്തെ വളർച്ചയിലെ വ്യത്യാസം. ബിഹേവിയറൽ സയന്റിസ്റ്റ് അവർ പറയുന്നതായ രീതി ഇങ്ങനെയാണ്. അവർ പറയുന്നു, അനബോളിക് ഈസ് that is predominant in the early phase of life. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ അനബോളിക് സിസ്റ്റം ഉണ്ട്. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ കാര്യമായി നമ്മളവിടെ കാണുന്നത് that is a catabolic stage, the deterioration aspect. ചിന്തയിൽ, പ്രവൃത്തിയിൽ, ആരോഗ്യത്തിൽ, ജീവിത സാഹചര്യങ്ങളൊക്കെയും ആ ഒരു കാറ്റബോളിക് സ്റ്റേജ് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏജിങ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ പ്രായമില്ല, നമ്മൾ ഓർക്കണം. വാർദ്ധക്യം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പ്രായം, പല ആളുകളും പലയിടത്തും നമുക്ക് പലതുമാണ് കാണുന്നത്.
നമുക്ക് ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, അതുപോലെ തന്നെ മധ്യവയസ്കൻ അതുണ്ട്, ഏർലി ഓൾഡ് ഏജ് ഉണ്ട്, അതുപോലെ ലേറ്റർ ഓൾഡ് ഏജ് ഉണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഇപ്പൊ അമേരിക്കൻസ് അവര് ഏതാണ്ട് 65 വയസ്സ് പറയുന്നെങ്കിൽ നമ്മൾ ഭാരതീയർ വാർദ്ധക്യത്തെയാണ് 60 വയസ്സെന്നാണ് കാണുന്നത്. 60 വയസ്സാകുമ്പോഴേ വയസ്സിലായിപ്പോ എന്നുള്ള ചിന്തയാണ്. ഇതെല്ലാം തെറ്റായ ചിന്തകളാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് എറിക്സൺ എന്ന് പറയുന്നതായ വ്യക്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നമുക്ക് ദ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. നമുക്ക് ആദ്യ കാലങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ലൈഫിനെ കുറിച്ചുള്ളതായ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഇസ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദി ഏജ്. എന്നാൽ അതേസമയം അതിൽ പിന്നീട് ഉണ്ടാകുന്നത് ദി ഷോർട്ട് ഓഫ് ടൈം കനോട്ട് സ്റ്റാർട്ട്. ജീവിതത്തിൽ എന്നും പുതുതായിട്ട് തുടങ്ങാൻ കഴിയാത്തതായ ഒരു സാഹചര്യം, അതാണ് പിന്നീട് സ്റ്റേജ് ഓഫ് ഡെസ്പെയർ. അതുകൊണ്ട് ആ തരത്തിലുള്ളതായ ജീവിത വ്യത്യാസം. അതുകൊണ്ട് നമ്മള് ചെറുപ്പകാലത്തിൽ കാണുന്ന അവസ്ഥയിലും നിശ്ചയമായും വാർദ്ധക്യകാലത്തിൽ വ്യത്യസ്തതയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വാർദ്ധക്യത്തെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ഓഫ് സന്യാസ. ഇത് സന്യാസത്തിന്റെ സമയമാകുന്നു, അതായത് സന്യാസ ആശ്രമ എന്ന് പറയുന്ന അവസ്ഥ. എന്നാൽ വാർദ്ധക്യകാലത്ത് നമുക്ക് ചില നഷ്ടങ്ങളുണ്ട്. അത് നമ്മൾ ടൈം ഓഫ് ലോസ്. അതൊന്നും തിരിച്ചറിയണം. എന്തൊക്കെയാണ് ദ ടൈം ഓഫ് ലോസ്? വാർദ്ധക്യകാലത്ത് നമ്മുടെ നഷ്ടങ്ങൾ. ഒന്ന്, ദ റിലേഷൻഷിപ്പ് അത് കുറയുന്നുണ്ട്, ബന്ധങ്ങളിൽ കുറവുകളുണ്ട്. സത്യമല്ലേ? ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഇന്ന് നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിലെ ബന്ധങ്ങൾ ഇന്നില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് റിലേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ, ഇടപെടുവാൻ, കാര്യങ്ങൾ പങ്കിടുവാൻ, സ്നേഹിപ്പാൻ, വൈകാരികമായുള്ള ഇടപാടുകൾ, ഫിസിക്കൽ ഇടപാടുകൾ, ഇതെല്ലാം ബന്ധങ്ങളിൽ കുറവുകൾ വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്നു. അത് റിയാലിറ്റിയാണ്. രണ്ടാമത്തെ റിയാലിറ്റിയാണ് ഇൻട്രാസൈക്കിക് ലോസ്. നമുക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടാനായിട്ട് ആഗ്രഹിച്ചു, ഒത്തിരി പ്ലാൻസ് ഒക്കെ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പടുത്തു. എന്നാൽ നമ്മുടെ പല ഡ്രീംസും സ്വപ്നങ്ങളും മരിച്ചുപോയി. എല്ലാം നേടാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ ലൈഫിൽ ഇന്നും നമുക്ക് നിൽപ്പുണ്ട്. പല സ്വപ്നങ്ങൾ, പല കാര്യങ്ങൾ നേടാൻ ആഗ്രഹിച്ചതാണ്. ആ സാഹചര്യത്താണ് പറയുന്നത് ഇൻട്രാ സൈക്കിക് ലോസ് എന്ന് പറയുന്നത്. പലതും നേടാൻ ആഗ്രഹിച്ചു, പക്ഷേ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു നഷ്ടബോധം ഉള്ളിലുണ്ട്. മൂന്നാമതായിട്ടുള്ള നമ്മുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ദ ഫങ്ഷണൽ ലോസ്. ഫങ്ഷണൽ ലോസ്. പണ്ട് ഞാൻ ആരായിരുന്നു? ചിലരുടെ ഭാഷകളുണ്ട്. പണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ കിണറ്റിലിറങ്ങി അടിയിൽ ചെന്ന് ഞാൻ അവിടെ നിന്ന് തൊട്ടിയും കയറും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒക്കെ ശരിയുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ ഇറങ്ങിയാൽ ഒരടിയാണോ കീഴോട്ട് പോകത്തില്ല, പിന്നെ പെട്ടെന്ന് പൊങ്ങിപ്പോയി. അപ്പൊ നമുക്ക് എന്നിട്ടാണെങ്കിൽ പൊങ്ങിപ്പോന്നിച്ച് 2 പ്രാവശ്യം ശ്രമിക്കും. എന്നിട്ട് പിന്നെ നോക്കി നിൽക്കുന്നവരോട് പറയുന്നുണ്ട്, ഞാൻ പണ്ടായിരുന്നു. ദ ഫങ്ഷണൽ ലോസ്. നമുക്ക് നമ്മുടെ ഫങ്ഷൻസിൽ a sort of helplessness, sort of uselessness, a sort of powerlessness. ഇതൊക്കെ ഈ സ്റ്റേജിൽ, ഈ വാർദ്ധക്യകാലത്ത് നമുക്ക് ഉള്ളിൽ ഉണ്ടാകാവുന്ന അവസ്ഥകളാണ്. ദ ഫങ്ഷണൽ ലോസ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഒരു കാലത്ത് നമ്മള് വളരെ ശൗര്യമുള്ളതായ ആ വലിയ ആ നായിക്ക് പാണ്ഡൻ നായുടെ പല്ല് അതുപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനല്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് ദ ലോസ്, ദ ഫങ്ഷൻ ലോസ്. എന്നാൽ നാലാമതായിട്ട് മറ്റൊരു നഷ്ട അവസ്ഥയുണ്ട്. അതാണ് ദ റോൾ ലോസ്. റോൾ. ആലുവ കോളേജിൽ പ്രിൻസിപ്പൽ ആയിട്ടിരുന്നപ്പോൾ രാജൻ സാറിനുണ്ടായിരുന്ന റോളുണ്ട്. ആ റോൾ ഇപ്പോഴില്ല. അല്ല സാറേ? അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു റോള് നമുക്ക് പോയി. ഞാൻ ഒരു കാലത്ത് പ്രിൻസിപ്പൽ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ വീട്ടിലാണ്. അതുകൊണ്ട് എൻ്റെ റോളിൽ വ്യത്യാസം. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിരുന്ന കാലത്ത് നമ്മൾ അവരോട് ഇരിക്കടാന്ന് പറഞ്ഞാൽ ഇരിക്കും, കിടക്കടാന്ന് പറഞ്ഞാൽ കിടക്കും, കഴിക്കടാന്ന് പറഞ്ഞാൽ കഴിക്കും. ഇപ്പൊ നമ്മുടെ കൊച്ചുമക്കളോടൊന്ന് പറഞ്ഞു നോക്കി, എനിക്ക് വേണ്ട, അപ്പച്ചാൻ കഴിച്ചാൽ മതി എന്ന് പറയും. അതായത് നമ്മള് ആ പറയുന്നത് അനുസരിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കാലം ഒക്കെ പോയി.
വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മുടെ പേരന്റിങ് അത് ഒരു കാലത്ത് എഫക്റ്റീവ് ആയിരുന്നു ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ എവിടെയോ തകരാറ് വന്നു. റിട്ടയർമെന്റ് ഏജിൽ നമ്മുടെ തുപ്പി തലേന്ന് പോയതിൻ്റെതായ ഒരു ചെറിയ ചിന്ത. പണ്ട് ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലായിരുന്നപ്പോൾ, ഞാൻ അച്ഛനായിരുന്നപ്പോൾ, ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇവിടെ മകളുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക. ഞാൻ പറഞ്ഞത് നമുക്കൊക്കെയും ഞാൻ വികാരിയായിരുന്നപ്പോൾ എന്ന് പറയുന്ന ആ സ്റ്റേജ് ഇപ്പോഴില്ല. ബട്ട് നമുക്ക് എല്ലാവർക്കും ദ ഫങ്ഷൻസ് 4 തരത്തിലുള്ള ലോസാണ് പറഞ്ഞത്. റിലേഷൻഷിപ്പ് ലോസ്, ദർ ഈസ് ഇൻട്രാസൈക്കിക് ലോസ്, ദ ഫങ്ഷണൽ ലോസ് ആൻഡ് ഓൾസോ ദ റോൾ ലോസ്. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിച്ച് സാധ്യമാകും. ആ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് ഇനി നമുക്കുള്ളതായ ജീവിതകാലം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാം അതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ബൈബിളിൽ ധാരാളം വേദഭാഗങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴെല്ലാം വായിക്കുന്നില്ല. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും വാർദ്ധക്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 31-ാം വാക്യം അവിടെ വായിക്കുമ്പോഴും വാർദ്ധക്യത്തിൽ നാം എന്താണ്, എങ്ങനെയാണ്, നരച്ച തല ഒരു കിരീടമാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ നിനക്ക് എന്തോ ആവശ്യമുള്ളത് നരച്ച തലയോട് ചോദിക്കുക, അവർ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട്. അത് വാർദ്ധക്യത്തെ വളരെ പ്രകീർത്തിച്ചാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് എത്രയോ വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. ഞാൻ എല്ലാം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വേദവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തിരുവചനം നമ്മുടെ വാർദ്ധക്യത്തെ കുറിച്ച് വളരെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതായ മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഈ വാർദ്ധക്യത്തെ കുറിച്ച്, ഏജിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ഗ്രോത്ത് ആൻഡ് ദ ഫുൾഫിൽമെന്റ് ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് മീനിങ് ഇൻ ലൈഫ്. ജീവിതത്തിന്റെ ഒരു അർത്ഥം കണ്ടെത്തൽ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ആൻ അഫർമേഷൻ ഓഫ് ലൈഫ്സ് വർത്ത്. ജീവിതത്തിന്റെ വിലയെ അതിനെ ഒന്ന് അഫോം ചെയ്യുന്നൊരവസ്ഥയാണ്. ഇറ്റ് ഈസ് എ സാബത്ത് ഓഫ് ലൈഫ്. അതുകൊണ്ട് പല രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. വാർദ്ധക്യകാലത്ത് നമുക്കുണ്ടാകുന്ന 4 തരം പ്രശ്നങ്ങളാണ്. ഞാൻ അതേക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നാം എങ്ങനെ ഇതിനെ ഇഫക്റ്റീവ് ആക്കണം എന്നുള്ളവരൊക്കെ ഈ കാലത്തുണ്ടാകുന്ന ഒരു 4 തരം പ്രശ്നങ്ങൾ. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഫിസിക്കൽ പ്രോബ്ലംസ് ഡ്യൂറിങ് ദി ഓൾഡ് ഏജ്. ഞാനിത് പറയാതെ തന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം എന്തൊക്കെയുണ്ടെന്ന്. ഒന്ന്, there is no physical growth during this time. ഇപ്പൊ നമുക്ക് ശാരീരികമായി ഒട്ടും വളരുന്ന, ആ കൂടി വളരുന്നെന്ന് പറയുന്നത് വയർ മുന്നോട്ട് വളരും, അതാ കൂടുതൽ പേർക്കുള്ളത്. അല്ലാതെ നമ്മൾ മറ്റു വളർച്ചകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുക. പിന്നെ എന്നെ പോലുള്ള ഈ നരച്ചതായ അവസ്ഥ അതെല്ലാം ഉണ്ട്. മറ്റ് രീതിയിലുള്ള വളർച്ചകൾ നമ്മൾ കാണുന്നില്ല. മറ്റേത് നമുക്കറിയാം, ഓരോ സമയത്തുണ്ടാകുന്ന നമ്മുടെ വളർച്ച, ശൈശവം, ബാല്യം, കൗമാരം, അപ്പൊ ഓരോ സമയത്തുണ്ടാകുന്ന ആ വളർച്ച ഇന്നില്ല. അത് റിയാലിറ്റിയാണ്. ആൻഡ് ദ വിഗർ, നമുക്കൊരു തുടിപ്പുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ത്വക്കൊക്കെ ചുളുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഫിസിക്കൽ ആയിട്ടുള്ളതായ നമ്മുടെ അവസ്ഥകൾ അറിയണം. അതുപോലെ തന്നെ കാഴ്ചശക്തി, നമുക്ക് കണ്ണാടി ഇല്ലാതൊക്കെ നല്ല ഭംഗിയായിട്ട് വായിക്കും. ഇപ്പൊ നമുക്ക് കണ്ണാടി ഉണ്ടായാൽ പോലും നമുക്ക് വായിക്കാൻ പ്രയാസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി മാറിയെങ്കിലേ സാധ്യമല്ലുള്ളൂ. കേൾവിക്കുറവ്, ഇത് ഈ കാലത്തുണ്ടാകുന്ന മറ്റൊരു പ്രയാസമാണ്. തലയിലൊക്കെ നരിച്ച് ധാരാളം മുടിയുണ്ടായിരുന്ന ആൾക്ക് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് അത് തലമുടിയൊക്കെ കൊഴിഞ്ഞു പോയിരുന്നൊരവസ്ഥ, പെട്ടെന്ന് ക്ഷീണിക്കുന്നൊരവസ്ഥ. നമുക്ക് സ്റ്റെപ്സ് ഒക്കെ കയറുമ്പോൾ ശ്വാസമൊക്കെ കൂടുതൽ നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ടയർഡായി പോകുന്നു, പെട്ടെന്ന് ടയർഡായി പോകുന്ന ഒരവസ്ഥ. കാഴ്ചശക്തി കുറയുന്നു. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ച് ഈ ഓർമ്മക്കുറവ് നമുക്കുണ്ടാകുന്ന അവസ്ഥ, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു. ഇത് നമുക്ക് ഈ വാർദ്ധക്യത്തിൽ കാണുന്ന മറ്റൊന്നാണ്. പിന്നെ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുന്നതായ ഒരു പ്രധാന സംഗതിയാണ് സൗന്ദര്യ പ്രശ്നങ്ങൾ. പുരുഷന്മാരുടെ അവസ്ഥയായാലും സ്ത്രീകളുടെ അവസ്ഥയായാലും ഈ സൗന്ദര്യത്തിന്റെ ഒരവസ്ഥ, അതിൽ കുറവുകൾ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒത്തിരി ക്രീമുകളും അതൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എന്തായാലും ഉള്ളതേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും ഇല്ല. പിന്നെ എത്ര തേച്ചാലും എനിക്കാലും അത്രയൊക്കെ വരുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വൃത്തിയായിട്ട് നടക്കരുതെന്നല്ല. പിന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ ഈ സമയത്തുണ്ടാകുന്ന, ശരീരത്തിന് ഈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നൊരവസ്ഥ. ചിലർക്ക് ഡയബറ്റിക്സ്,
ഇത് ശാരീരികമായ അവസ്ഥയാണ്. ഇൻഡൈജഷൻ, ഇത് നമുക്ക് ഈ ദഹനക്കുറവ് അതുണ്ടാകുന്ന ഒരവസ്ഥ. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ അത് ചിലരിൽ ഉണ്ടാകുന്നുണ്ട്. വേറെ ചില ആളുകളിൽ അനീമിയ, രക്തമയം ശരീരത്ത് കുറയുന്ന ഒരവസ്ഥ, യൂറിനറി ട്രബിൾ ഉണ്ടാകുന്ന വേറെ ആളുകളുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നമ്മുടെ മുട്ടുകൾ സംസാരിക്കുന്ന അവസ്ഥ, അത് പലർക്കും മറ്റുമാണ്. മുട്ടുകൾ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് ദ ജോയിന്റ് ദ ടോക്സ് എന്ന് പറയും. അപ്പൊ ആ തരത്തിൽ ഒരു കരുകിരിപ്പൊക്കെ ഉണ്ടാകും. റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വാസം വലിക്കാനുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരുണ്ട്. ഹെൽത്ത് ആകെ കൂടി വലിയ കുഴപ്പം. ഒരു കാലത്ത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ സെക്സ് ആകണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സെക്സിനോട് വലിയ താല്പര്യമില്ല. അതിന്റെ അവസ്ഥയിലൊക്കെ അത് വളരെ ഡൗൺ ആയി പോയി തോന്നുന്ന ഒരവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ വളരെയധികമായിട്ട് വ്യത്യാസപ്പെടുന്നത്. there are physical problems. വയറൊക്കെ ചാടുന്നു എന്നുള്ള പരാതിയുള്ളവരുണ്ട്, വെയിറ്റ് കുറയുന്നു എന്നുള്ളവരുണ്ട്, ചിലർക്ക് വെയിറ്റ് കൂടുന്നു. ഈ ആകെ കൂടി നമ്മുടെ ആകമായ ശരീരത്തെ കുറിച്ച് നോക്കുമ്പോൾ there are physical problems during this age. That is a reality which you cannot deny. രണ്ടാമതായി ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നതായ പ്രശ്നം. ദാറ്റ് ഈസ് എ ഇമോഷണൽ പ്രോബ്ലംസ്, വൈകാരിക പ്രശ്നങ്ങൾ. ഏത് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വൈകാരികമായി നമ്മൾ ധൈര്യത്തോടുകൂടി അതിനെ നേരിടുന്നുവെങ്കിൽ ഈ ശാരീരിക പ്രശ്നങ്ങൾ നമ്മെ അടിപ്പെടുത്തില്ല, നിശ്ചയമാണ്. ചലഞ്ചിങ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. വൈകാരിക പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ ഒറ്റയ്ക്കാണ്, ഏകാന്തത. ഞാൻ സാധാരണ പറയും, the loneliness is not the gift of anybody, that is our own creation. ഏകാന്തത ആര് തരുന്നതല്ല, നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ ആളുകളോട് സംസാരിപ്പാൻ, ഇടപെടുവാൻ, ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി പല രീതിയിൽ ഇടപെടുവാൻ എല്ലാ സാധ്യതകളും നമുക്കുണ്ടെങ്കിലും ഏകാന്തത അനുഭവം. ഈവൻ ഇടവയിൽ ആരാധനയ്ക്ക് വന്നാൽ പള്ളിയിൽ ഇരിക്കുന്ന 50, 100 അല്ലെങ്കിൽ 200 പേരുണ്ടെങ്കിൽ അതിന്റെ നടുക്ക് ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. സ്കൂളിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ 50, 60 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്. ഇതൊന്നും ആരും തരുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വാർദ്ധക്യത്തിൽ പല ആൾക്കും, ഞാനിപ്പം വയസ്സനായി പോയി, വയസ്സിയായി പോയി, വീട്ടിൽ ഒറ്റയ്ക്കായി, പിള്ളേരെല്ലാം ജോലിക്ക് പോയി, ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കായി എന്ന് പറയുന്നു. എന്നാൽ ലഭിച്ച സാഹചര്യം, ഞാൻ ചില സമയത്ത് പള്ളിയിലൊക്കെ ചില ആളുകൾ പറയുന്നത്, അച്ഛ പള്ളിയിൽ വന്നിട്ട് ആരും എന്നോടൊന്നും മിണ്ടുന്നില്ല, ഇപ്പൊ പിന്നെ പള്ളിയിൽ പോകുന്നില്ല, അത് വേറൊരു കാര്യം. ഇനി പോയാൽ അവിടെ ചെന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് ആരും ഒന്നും സംസാരിക്കുന്നില്ല. ഞാനപ്പോ അവരോട് ചോദിക്കും, നിങ്ങൾ അങ്ങോട്ട് വല്ലതും സംസാരിച്ചോ? അതില്ല അച്ഛ, ഇങ്ങോട്ടൊന്നും പറയാതെ എങ്ങനെ അങ്ങോട്ട് പറയും? ഇതാ എല്ലാരും ചിന്തിക്കുന്നത്. പിന്നെ ആരാ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ ഇടിച്ചു കയറി ഇടപെട്ടെങ്കിലേ ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏകാന്തത എന്ന് പറയുന്നത് വരുന്നതല്ല, നമുക്ക് വരുത്തുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു നിസ്സഹായത, ഒരു ഹെൽപ്ലെസ്നെസ്, അത് മനസ്സിന്റെ ഒരു വലിയ ഒരു തോന്നലാണ്. ഹെൽപ്ലെസ്നെസ്, നിസ്സഹായത എന്ന് പറയുന്നത്. ഞാൻ കയറി ഇടപെടുന്നിടത്തോളം കാലം നിസ്സഹായത ഇല്ല. ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നു, മറ്റുള്ളവരോട് സംസാരിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരുമായി നല്ലതായ ബന്ധങ്ങൾ പുലർത്തുന്നു. ഇതൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇനിഷ്യേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഏകാന്തതയോ ഈ നിസ്സഹായതയോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ റിട്ടയർ ചെയ്തു, പണ്ട് എനിക്ക് ആ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, വീട്ടിൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഇപ്പോ ഈ മക്കളുടെ ഭരണം, അതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും ഇല്ല. ഇത് നമ്മുടെ ഉള്ളിന്റെ ഒരു വലിയ തോന്നലാണ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയത്. അതായത് എന്റെ കയ്യിൽ ഇരുന്നതായ അധികാരവും അവകാശവും ഞാൻ മക്കളെ ഏൽപ്പിച്ചു, അവർ ചെയ്യട്ടെ. എന്നാൽ എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്റെ സ്വാതന്ത്ര്യം പോയി എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയല്ല. മറ്റൊരാളത് ഉത്തരവാദിത്തമായി ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ കൂടുതലായി മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്നിൽ ഉള്ളത് എങ്കിൽ എനിക്ക് ഈ ഒരു മാനസിക സംഘർഷം ഉണ്ടാകില്ല. മറ്റൊന്നുള്ളത്, എന്റെ പ്രസ്റ്റീജ്, ഞാൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ, ഉത്തരവാദിത്തത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് ഇന്ന ഒരു വിലയുണ്ടായിരുന്നു, സ്ഥാനം ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴങ്ങ് പോയി. ഒന്നും പോയില്ല. ഉള്ളതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ ഉള്ളതിനെ ആ ചുമതല എനിക്കില്ല, അത് ശരിയാണ്. പക്ഷേ ഞാനെന്ന വ്യക്തിക്കുള്ള സ്ഥാനവും വിലയും ഇന്നുമുണ്ട്. അധികാരങ്ങൾ എന്റെ മേലില്ല, പക്ഷേ എന്റെ വ്യക്തിയുടെ ആ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അധികാരങ്ങളും അതെനിക്കുണ്ട്.
അതുകൊണ്ട് എന്നിൽ നിന്നൊരു ഉത്തരവാദിത്വം എടുത്തു മാറ്റി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്ന വ്യക്തിക്ക് അതിന്റെ സ്ഥാനവും വിലയുണ്ട്. അത് നമ്മൾ കളയാൻ ഇല്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രസ്റ്റീജ് എന്നുള്ളത് പ്രായമായി പോയി എന്നങ്ങ് തോന്നി ഇല്ലാത്ത പ്രായത്തെ വിളിച്ചു വരുന്നു. എങ്ങനങ്ങ് പ്രായമായി പോയി, വയസ്സായി പോയി, ആ സ്റ്റേറ്റ്മെന്റ് തന്നെ വിവരം കെട്ട ഭാഷയാണ്. പ്രായമാകുന്നു എന്നുള്ളത് ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലൈഫ്, ദാറ്റ് വിൽ ഹാപ്പൻ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും സംഭവിക്കും. എന്നാൽ ആയിരിക്കുന്ന സ്ഥാനത്ത് ഐ ഡു ഇറ്റ് ആൻഡ് ഐ ക്യാൻ മേക്ക് ഇറ്റ് ആൻഡ് ഐ പവർഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഇനഫ് ഓഫ് ഡൂയിങ് ഇറ്റ് എന്നുള്ളതായ ധൈര്യത്തോടെ അങ്ങ് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ താഴ്ത്തി കളയില്ല. മറ്റേത് ഒരു നെഗറ്റീവ് ഫീലിംഗിൽ ഞാൻ എന്നെ തന്നെ ഒരു താഴ്ത്തി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പ്രായമായിപ്പോയി എന്നുള്ള അത്തരം തോന്നലെല്ലാം മാറ്റിയെടുക്കണം. വേറെന്നുള്ളത് മറ്റുള്ളവരെല്ലാം എന്നെ സീനിയർ ആയി കാണുന്നു, അവരോട് സാധിക്കില്ല. പ്രത്യേകിച്ചും യൂത്തുമായുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ് ചില ആൾക്ക് യുവജനങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് ഈ യുവജനങ്ങളെല്ലാം ഒരു ഘട്ട എന്നെ തഴയുന്നു. അങ്ങനൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തിരുവല്ല SC പള്ളിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ കയറി ഇടപെടാത്ത ഒരു ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിലും, ഈവൻ സേവ്യ സംഘത്തിലും. ഞാൻ പറഞ്ഞത് ആളുകളെല്ലാം അദ്ദേഹത്തെ കരുതുന്നുണ്ട്, അദ്ദേഹത്തോട് ഇടപെടുന്നുണ്ട്, അദ്ദേഹത്തിന് വില കൊടുക്കുന്നു. കാരണം ഒഴിഞ്ഞു മാറി നിൽക്കില്ല, എല്ലാവരോടും ഇടപെടും, ചെറുപ്പക്കാരോട് ഇടപെടും, അതുപോലെ തന്നെ പ്രായമുള്ളവരോട്, കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഇടപെടുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ തരത്തിൽ വരുമ്പോൾ മറ്റുള്ളവർ എന്നെ അകറ്റി നിർത്തുന്നു എന്നൊരു തോന്നൽ, അത് യൂത്ത് പ്രത്യേകിച്ചും അകറ്റി നിർത്തുന്ന തോന്നൽ അത് നമുക്ക് ഉണ്ടാകില്ല. അത് നമ്മൾ ഇടപെടുന്നിടത്തോളം കാലം അത് സംഭവിക്കില്ല. പിന്നെ അറിയാതെ ചില കോംപ്ലക്സ് വെക്കുന്നവരുണ്ട്. ഞാൻ പോരാ, ആരോഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ചിന്താശക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ ആരാ, ഞാൻ പണ്ടത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറയും. ഇതെല്ലാം നമ്മുടെ ചിന്തകളുടെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഈ കുടുംബത്തിൽ തന്നെ ഈ കോംപ്ലക്സ് കളക്ട് ചെയ്യുന്ന ആളുണ്ട്, കമ്മ്യൂണിറ്റിയിൽ കോംപ്ലക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റൊരാളെ പോലെ അല്ല എന്നുള്ളത് എഴുതപ്പെടാത്ത വലിയൊരു സത്യം. ആര് പറഞ്ഞാലും ഞാൻ മറ്റൊരാളെ പോലെയല്ല, ഞാനാണ്. ദാറ്റ്സ് മൈ യുണീക്നെസ്. അത് എന്റെ വ്യത്യസ്തതയാണ്. അപ്പൊ ഞാൻ എന്ത് ആവശ്യത്തിനാ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്? ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആകുന്നു എന്നുള്ള വലിയൊരു സത്യമുണ്ട്. അതിന് കോംപ്ലക്സിന്റെ കാര്യമില്ല. എന്നാൽ ഈ കോംപ്ലക്സ് ഉള്ള ആളുകൾ മറ്റൊരാൾ ഒരു നന്നായി ഒരു കാര്യം ചെയ്താൽ നമ്മൾ അവരെ അഭിനന്ദിക്കുകയില്ല. വേറൊരു കാര്യം, നമ്മൾ മറ്റൊരാളെ സഹായിക്കത്തില്ല. ഈ കോംപ്ലക്സ് കാരണം നമ്മൾ മാറി നിൽക്കും. അങ്ങനെയല്ല. ഞാൻ ആയിരിക്കുന്ന നിലയിൽ ഞാനാണ്, എനിക്കുള്ള നിലയും വിലയും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ മറ്റുള്ളവരോട് ഇടപെടും, സഹായിക്കും, സഹകരിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കോംപ്ലക്സ് ഉണ്ടാകുന്നില്ല. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൽ പ്രോബ്ലംസ്, ഇതെല്ലാം ഒരു വൈകാരികമായ മനസ്സിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന, അതായത് ഐ കാണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥ, അത് മനസ്സിന്റെ തോന്നലിൽ വരുമ്പോൾ ശാരീരികമായ ആ ഒരു ബലത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയിട്ട് നിരാശപ്പെട്ട് നമ്മൾ നിഷ്ക്രിയരായി പോകുന്ന രീതി നമുക്കുണ്ടാകുന്നുണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ മറ്റുള്ളവർ എന്നെ തഴയുന്നു എന്നുള്ള തോന്നൽ, ആ വാക്യം വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ, മറ്റുള്ളവർ എന്നെ തഴയുന്നു. ആരും എന്നെ തഴയുന്നില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ആരും എന്നെ തഴയുന്നില്ല. ആ തോന്നല് എന്നെ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ തന്നെ ഒഴിച്ചു മാറ്റുന്നു. അതാണ് എന്റെ സംഗതി. അപ്പൊ ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒഴിച്ചു മാറ്റുന്നു. അപ്പോഴെന്തുണ്ടാകും? അങ്ങനെ തഴയെന്ന് തോന്നിയാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, തമാശകൾ സ്വീകരിക്കാൻ പറ്റില്ല, അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല, സഹകരിക്കാൻ തോന്നില്ല. ഇവിടെയാണ് അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരും നമ്മളെ തഴയുന്നില്ല, നമ്മൾ ഒഴിഞ്ഞു മാറുന്നതാണ്. വേറെ ചില ആളുകൾക്ക് ഈ മക്കള് അധികാരം പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു തോന്നൽ വരുന്നു, പ്രത്യേകിച്ച് മരുമക്കൾ. ഞാൻ ആരാ, അമ്മ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നിടത്ത് ഏതോ ഒരു തലക്കനോ വീറ്റോ, എന്തിനിത്? അതായത് മക്കൾക്ക് അധികാരം വിട്ടുകൊടുക്കുവാൻ പഠിക്കുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സംഗതി. മറ്റുള്ളവരിലേക്ക് അധികാരം നമ്മൾ ചുമതലകൾ മാറ്റി കൊടുക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് കൊടുക്കുവാൻ, അതുകൊണ്ട് അധികാരം പിടിച്ചു വാങ്ങുവാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർ അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ കൊടുത്താൽ പിന്നെ പിടിച്ചു വാങ്ങുന്ന പ്രശ്നമില്ല, നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന പ്രശ്നമില്ല. വി ആർ ഓൾറെഡി, നമ്മുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുകയാകുന്നു നമ്മൾ ഓർക്കണം. മക്കളെ അധികാരം ഏൽപ്പിക്കാൻ മടിയോടുകൂടെ താക്കോലൊക്കെ എളുക്കി ചുരുക്കിക്കൊണ്ട് നടക്കുന്ന ചില അമ്മമാർ കൊടുക്കുകയില്ല, മരുമോടെ കയ്യിൽ ഒട്ടും കൊടുക്കുകയില്ല. കാരണം വലിയ കുഴപ്പമാണ്.
ചില അപ്പന്മാരുണ്ട് ബിസിനസിൻ്റെതായ ചുമതലയിൽ മക്കളെ ഏൽപ്പിക്കില്ല, അവൻ കൊണ്ടുപോയി മുഴുവൻ നശിപ്പിച്ചു കളയും. നാം ഓർക്കണം, ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മക്കളെ ചെറുതായി ചെയ്ത് പഠിപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പഠിക്കണം. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ സ്ത്രീകൾ സാധാരണ വാർദ്ധക്യകാലത്ത് കാണുന്നവരുണ്ട്, ഈ അമ്മമാർക്ക് ഈ പോരെന്നും പറഞ്ഞൊരു പരിപാടി. കോഴിപ്പോരല്ലല്ലോ, അമ്മപ്പോരും മരുമോട് പോര് അമ്മായിമ്മ പോരെന്നൊക്കെ പറഞ്ഞല്ല. എന്നാൽ അപ്പന്മാരിലുണ്ട് ചില അമ്മായിപ്പന്മാര് ഒക്കെ പോരുള്ളവരുണ്ട്. ഈ പോരെന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകുന്നത്? ഇത് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് ബോധത്തിൽ നിന്ന്. അതായത് എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നുമില്ലാതാകും, എന്നേക്കാൾ മറ്റുള്ളവർ എല്ലാം ഏതൊക്കെയാണ്, ഞാൻ രണ്ട് കുറവുള്ളവരാണ് എന്നൊക്കെ തോന്നലിൽ നമ്മെ സംബന്ധിച്ച് മക്കളുടെയും അധികാരം പോകുമ്പോൾ പിന്നെ ഞാൻ ഒന്നുമില്ലതായി പോകുന്ന ഒരു ചിന്ത, ഇത്തരമുള്ളതായ ഒരു അരക്ഷിത്വ ബോധമൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ളതായ ഈ പോരുമൊക്കെ ഉണ്ടാക്കുന്നത്. വാർദ്ധക്യകാലത്ത് ഈ ചിന്തകളൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ സന്തോഷിക്കേണ്ടതായ സന്തോഷകാലം മുഴുവൻ നശിപ്പിച്ചു കളയും. അതാണ് അതിന്റെ കുഴപ്പം. നമുക്ക് സന്തോഷിക്കാനുള്ള അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഈ അരക്ഷിതത്വ ബോധത്തിൽ നമുക്ക് പുറത്തു വരണം, അതൊരാവശ്യമാണ്. ഇൻസെക്യൂരിറ്റി, ഇതാണ് നമുക്ക് വരുന്ന ഭയം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം. വേറൊരു സംഗതി, ഈ വാർദ്ധക്യമാകുമ്പോഴോ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് കൂടുതൽ സ്നേഹം വേണമെന്നൊരു തോന്നൽ. ഇവിടെ നോക്കണം, സ്നേഹം വേണമെന്നുള്ള തോന്നൽ വരുമ്പോൾ, കിട്ടാതെ വരുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹതാപം വേണമെന്ന് തോന്നുമ്പോൾ പ്രശ്നം ഉണ്ടാകും. ഞാൻ പറയും, ഒരു കാരണവശാലും മക്കൾക്ക് പോലും സഹതാപം കൊടുക്കരുത്. സഹതാപം നമുക്ക് വേണ്ട, സഹതാപം നമുക്ക് കൊടുക്കരുത്. സിമ്പതി, a sympathy seeking person, he or she is going to invite loneliness in life. സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മെ തള്ളി മാറ്റുന്ന അവസ്ഥയാണ്. അഫെക്ഷൻ വേണം, കൺസേൺ വേണം, കരുതൽ വേണം, എന്നെ സ്നേഹിക്കണം, ഇതെല്ലാം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയല്ല. സ്റ്റാർട്ട് ഗിവിങ് ഇറ്റ്. ഞാൻ ഇത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൊടുക്കുന്നതിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷമാണ് നമുക്കുണ്ടാകുന്ന ആനന്ദം. ഈ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന വേറെ ഒരു വലിയ കുഴപ്പമുണ്ട്, ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസി. കുട്ടികളെ പോലെ ഉള്ള ഒരു ആശ്രയബോധം, ആ ഡിപ്പെൻഡൻസി നമുക്കൊന്ന് മാറണം. ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസി നമ്മെ സംബന്ധിച്ച് നാം ഇൻഡിപെൻഡന്റ് ആണ്, എന്നാൽ എല്ലാറ്റിനും നമ്മൾ മറ്റുള്ളവരെ, ഈ ചില വാർദ്ധക്യത്തിലുള്ളതായ അച്ചായന്മാരെയൊക്കെ കാണുന്ന ആ അവസ്ഥയിൽ നമുക്ക് എഴുന്നേറ്റ് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും, എടാ കുഞ്ഞ നീ വെള്ളം ഇങ്ങെടുത്തു, അല്ലെ ഭാര്യയെ വിളിച്ച് വെള്ളം ഇങ്ങെടുത്തു, എല്ലാത്തിനും നമുക്കൊരു വലത് കൈയിൽ ഒരു കയ്യാള് വേണമെന്ന് തോന്നൽ. എന്തിന്? സ്വന്തമായി എഴുന്നേറ്റ് പോയി എടുക്കാം, അതെടുക്കുകയില്ല. അപ്പൊ ആ ഡിപ്പെൻഡൻസി ഒന്നും മാറണം. സ്വയമായി ചെയ്യാവുന്നത് പരമാവധി നമ്മൾ ചെയ്യണം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കൂടുതൽ ശക്തിയും ബലവും നമുക്ക് മനസ്സിന് സന്തോഷവും ആരോഗ്യവും തരുന്നതാണ്. പിന്നെ വേറെ ചില ആളുകൾക്കുണ്ട് ഈ പൊസസീവ്നെസ്, എല്ലാം ഇങ്ങനെ പിടിച്ച് എല്ലാം ഒതുക്കി ഇങ്ങനെ വെക്കാം, കയ്യിലിരിക്കണമല്ല. ഇത് വലിയ കുഴപ്പമാണ്. ഈ ഞാന് അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരിക്കല് അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ഹൗസിംഗ് കോളനിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളതായ ഒരു വാചകങ്ങൾ, അവിടെ സീനിയർ സിറ്റിസൺസ് താമസിക്കുന്നതായ ഒരു ഹൗസിംഗ് കോളനി, അവർ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് the dogs and children are not permitted. കുട്ടികളെയും പട്ടികളെയും ഇവിടെ അനുവദിച്ചിട്ടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു സെക്ലൂഡഡ് ആയ ഒരു പൊസസീവ്, അങ്ങനെ അവരിൽ തന്നെ ചിലത് പൊസസ് ചെയ്ത് അവരുടേതായ ഒരു സെക്ലൂഡ് ലൈഫിൽ ഒതുങ്ങിക്കൂടുന്നതായ ഒരവസ്ഥ, അത് വലിയ അപകടമാണ്. വാർദ്ധക്യകാലത്ത് നമ്മൾ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ഒരവസ്ഥയല്ല. നമ്മെ സംബന്ധിച്ച് we must be ready to move around, ready to share, ready to talk and to communicate. ഇതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം. അല്ലാതെ നമ്മളിങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിക്കൂടി പൊസസീവായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അത് നമുക്ക് പാടില്ല. വാർദ്ധക്യകാലത്ത് വളരെയധികം ആളുകൾ കാണുന്ന വലിയൊരു പ്രയാസമാണ് സംശയങ്ങൾ, തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ. കൊച്ചുമക്കൾ അങ്ങോട്ട് വന്നാൽ ഉടനെ ഇവന്റെ ഒരു നോട്ടമുണ്ട്, ഇവൻ എങ്ങോട്ടാ പോകുന്നത്, എന്താ എടുക്കുന്നത്. ചിലരുണ്ട് കൊച്ചുമക്കളൊക്കെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് അവർക്ക് എന്തും എടുക്കാനും ചെയ്തു കൊടുക്കാനും അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ വേറൊരു ചെറിയ കുട്ടികളുണ്ട്,
ഈ കൊച്ചു പിള്ളേർ ഓടി നടന്നാൽ അവൻ എല്ലാം എടുക്കും, താഴെ ഇടും, പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആളുകളുമുണ്ട്. അത് വളരെയധികമായിട്ട് നമ്മുടെ ആ ജീവിതാവസ്ഥയെ ദുഃഖകരമാക്കും എന്നുള്ള ഓർക്കണം. അതുകൊണ്ട് ഒരു സംശയമായ അവസ്ഥ, എല്ലാം ഒരു സംശയത്തോടെ കാണുന്ന അവസ്ഥ. ചില കോംപ്ലക്സ് കാരണം നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ, വിഡ്രോയൽ. ഞാനായിട്ട് പ്രശ്നമൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഇതെല്ലാം വൈകാരിക പ്രശ്നങ്ങളാണ്. ഞാനായിട്ട് പ്രശ്നം എന്താ വേണ്ട, ഞാനായിട്ട് പറയണ്ട, എല്ലാം ഒഴിഞ്ഞിരിക്കും. എന്നിട്ട് പറയുന്നത് എന്താ, ആരും ഒന്നും ഇടപെടുന്നില്ല, ആരും ഒന്നും സഹകരിക്കുന്നില്ല. ഇത് നാം മാറി നിന്ന് വെച്ച് പറയുന്ന മറ്റുള്ളവരുടെ മേൽ വെച്ച് കെട്ടുന്നതായ അവസ്ഥകളാണ്. വേറെന്നുള്ളതാണ് ദ സൈക്കോസൊമാറ്റിക് ആക്ഷൻ. നമുക്ക് നമ്മെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരിയുമായ അസ്വസ്ഥതകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ പലർക്കും ഉണ്ടാകും. വയറുവേദന, തലവേദന, മുട്ടിന് വേദന, കാലുവേദന, ഇതെല്ലാം ഒന്നും ഫിസിക്കൽ പ്രോബ്ലംസ് അല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഫിസിക്കൽ പ്രോബ്ലംസ് അല്ല എങ്കിൽ പോലും ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഇതിന് ഞങ്ങൾ പറയുന്നത് ദിസ് ഈസ് എ സൈക്കോസൊമാറ്റിക്. മനസ്സിന്റെ പിരിമുറുക്കം ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ. വാർദ്ധക്യത്തിലായിരിക്കുന്ന വളരെയധികമായ ആളുകൾ ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസിന് വിധേയരാകുന്ന ആളുകളുണ്ട്, വളരെയധികം പേരുണ്ട്. അതായത് ശാരീരികമായി അവർക്ക് വേണ്ട ആരോഗ്യമുണ്ടെങ്കിലും മനസ്സിന്റെ അസ്വസ്ഥത മൂലം മേല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നു. അത് തലവേദന മുതൽ വയറുവേദന മുതൽ ഗ്യാസ് ട്രബിൾ തൊട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് പറയും ഏതാണ്ട് 85% ഓഫ് ദ ഫിസിക്കൽ മെഡിക്കൽ പ്രോബ്ലം ഇത് ഈ തരത്തിൽ, അതായത് ശാരീരികമായിട്ടുണ്ടാകുന്ന ഈ കൈയൊടിവും കാലൊടിവും അല്ലാതെ ഉണ്ടാകുന്ന ഈ അവസ്ഥ, ഇത് സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് എന്നവർ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ദീസ് ആർ ദി ഇമോഷണൽ പ്രോബ്ലംസ് ദാറ്റ് വി ഫേസ്. രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടത്. ഒന്ന് ദ ഫിസിക്കൽ പ്രോബ്ലംസ്, ദ സെക്കൻഡ് ഈസ് ദ ഇമോഷണൽ പ്രോബ്ലംസ്. എന്നാൽ മൂന്നാമതുള്ള പ്രശ്നമാണ് ദ സോഷ്യൽ ഇഷ്യൂസ്. അതായത് ജോലി പോയി എന്നുള്ളത് തോന്നൽ. ജോലി പോയപ്പോൾ എല്ലാം പോയി. ദാറ്റ് ഈസ് ദി സോഷ്യൽ ഇഷ്യൂ. അതായത് നോ ഓഫീസ്, നോ പവർ, നോ റെസ്പെക്ട്. ഞാൻ പണ്ട് ജോലിയിലായിരുന്നപ്പോൾ ആവശ്യമായിട്ട് വരാണ്ട് ഇപ്പൊ ആർക്കും എന്നെ വേണ്ട, അഭിപ്രായങ്ങൾക്ക് വരും. അതുപോലെ തന്നെ അത് പലതിനും ആ രീതിയിൽ നാം ഓർക്കണം, ജോലി എനിക്ക് ലഭിച്ചുവെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് ഒരിക്കൽ റിട്ടയർ ചെയ്തേ പറ്റൂ. ജനിച്ചവൻ മരിക്കുമെന്ന് പറഞ്ഞതുപോലെ ജോലി പ്രവേശിക്കുന്നവൻ റിട്ടയർ ചെയ്തേ പറ്റൂ. അത് റിയാലിറ്റിയാണ്. ലേൺ ടു അക്സെപ്റ്റ് ഇറ്റ്. ഗ്രേഷ്യസ്ലി അത് അംഗീകരിച്ച് ഞാൻ എൻ്റെ റിട്ടയർമെന്റ് കാലം വളരെ സന്തോഷമായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. വേറൊന്നുള്ളത്, ഞാൻ വീട്ടിൽ വേണ്ട പോലെ സഹകരിക്കാതിരിക്കുമ്പോൾ ഫാമിലിയിൽ തന്നെ നമുക്ക് റിജക്ഷൻ എക്സ്പീരിയൻസ് എന്നൊരവസ്ഥ, അതൊരു ഒരു കുടുംബത്തിനകത്തുള്ളതായ ഒരവസ്ഥയാണ്. ഇറ്റ്സ് എ സോഷ്യൽ ഇഷ്യൂ. അതായത് സമൂഹം എനിക്ക് വില തന്നു, പക്ഷെ കുടുംബത്തിന് വില തരുന്നില്ല. നമ്മൾ ഓർക്കണം, ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ ചെല്ലുമ്പോൾ സമയത്ത് മുഴുവൻ ഒരു ഓഫീസർ ആണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ എഴുന്നേക്കാൻ ആളുണ്ട്, സലാം ചെയ്യാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ സലാം ചെയ്യാൻ ആരുമില്ല. അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. എന്റെ ഭവനം, എനിക്ക് സ്വാതന്ത്ര്യ ഭവനം, അവിടെ എന്നെ സല്യൂട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ റിക്രിയേഷൻസ്, നമുക്ക് ഈ ഓഫീസിൽ ഇരുന്ന കാലത്ത് നമുക്ക് നമ്മുടേതായ റിക്രിയേഷൻസിന് അവസരം ഉണ്ടായിരുന്നു. ബീങ് ആൻ ഓഫീസർ, യു ഹാവ് ദ പ്ലേസ് ടു ഗോ ആൻഡ് ടു ഡു ഇറ്റ്. എന്നാൽ ആഫ്റ്റർ റിട്ടയർമെന്റ് നമുക്ക് അത്തരത്തിലുള്ള റിക്രിയേഷനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ കണ്ടെത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് മാറിക്കിട്ടും. പക്ഷെ അത് നമ്മൾ ചെയ്യില്ല. റിട്ടയർമെന്റ് ചെയ്തു കഴിഞ്ഞിട്ട് വീട്ടിൽ അങ്ങ് വെറുതെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ക്രമമായി നടക്കുന്നവരും ഓടുന്നവരും എക്സസൈസ് ചെയ്യുന്നവരും യോഗ ചെയ്യുന്നവരും അങ്ങനെ പല വിധത്തിൽ, പിന്നെ മറ്റുള്ള ആളുകൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കൊറോണ കാരണം അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും നമുക്ക് വളരെയധികമായ സോഷ്യൽ റിലേഷൻഷിപ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സുഹൃത്തുക്കൾ നമുക്ക് കുറയുന്നു എന്നൊരു തോന്നൽ. ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഹാവ് റിലേഷൻഷിപ്പ് ത്രൂ ദി നെറ്റ് ഓർ ത്രൂ ദ ടെലിഫോൺ, അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ഈ സാഹചര്യങ്ങളിൽ കൂടുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, രാവിലെ എഴുന്നേറ്റു ധൃതിയിൽ നേരെ ഓഫീസിൽ പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ 24 മണിക്കൂറും വീട്ടിനകത്തുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വഴക്കുണ്ടാക്കാൻ അല്ലാതെ വേറെ എന്നാ ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് കുടുംബത്തിനകത്ത് അസ്വസ്ഥതകൾ, ആ കുടുംബ പ്രശ്നങ്ങൾ ഇത് വരുന്നതല്ല, നമ്മുടെ ഈ സാഹചര്യങ്ങൾ നമ്മൾ വരുത്തി കൂട്ടും.
അല്ലാതെ നമുക്ക് ഈ 24 മണിക്കൂർ, പണ്ട് എനിക്ക് വീട്ടിൽ ഒന്നിച്ചിരിക്കാൻ സമയമില്ലായിരുന്നു, കഴിക്കാൻ സമയമില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ സമയമില്ല. ആ ഇല്ലാത്ത സ്ഥാനത്ത് ഇന്ന് ദൈവം നമുക്ക് ഇത്രയും ഒരു അവസരം ഒരുക്കി തന്നാണെന്ന് വിചാരിച്ച് ലഭിച്ച സാഹചര്യത്തെ ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമട്ടിന് തിരികൊളുത്താം. ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എന്നാൽ പിന്നെ കുലുങ്ങി ചിരിച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് ജീവിതത്തെ സന്തോഷമാക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ദോസ് ആർ ദി സോഷ്യൽ ഇഷ്യൂസ്. പിന്നെ റിലീജിയസ് പ്രോബ്ലംസ് ഉണ്ട്. അച്ഛന്മാർ എന്നെ റെഗുലർ വിസിറ്റ് ചെയ്യുന്നില്ല. പലർക്കും വരുന്ന സംഗതി, ഞാൻ പ്രാർത്ഥികമായി ഇവിടെയൊക്കെ വീട്ടിൽ ഇരിക്കുക, പക്ഷെ അച്ഛന്മാർക്കൊന്നും വിസിറ്റ് ചെയ്യാൻ സമയമില്ല, ഞങ്ങളെ വിസിറ്റ് ചെയ്തില്ലെന്ന് വിളിക്കുക പോലും ഇല്ല എന്നൊക്കെ പരാതി പറയുന്നത്. എന്നാൽ ഈ ഇരിക്കുന്ന അച്ഛന്മാരെ ഒന്ന് വിളിക്കാറുണ്ടോ എന്ന് വെച്ചാൽ അതും ഇല്ല. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടവനായോണ്ട് പറയുന്നത്. അതായത് ഒന്ന്, അച്ഛന്മാരെ അങ്ങോട്ടൊന്നും വിളിക്കാം, അച്ഛന്മാരെങ്ങനുണ്ട്, കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം നമ്മൾ എന്തായിരുന്നാലും ഏത് സാഹചര്യമായാലും മുറുകെ പിടിക്കുന്നത് പോലെ നമ്മളുടെ ഇടവകയിലെ സാഹചര്യം അത് നമ്മളൊന്ന് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്ന ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. വേറൊന്നുള്ളത്, വാർദ്ധക്യകാലത്താകുമ്പോൾ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരികെ നോക്കി ജീവിതത്തിലുള്ളതായ ചില കാര്യങ്ങളെ കുറിച്ച് കുറ്റബോധം കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എല്ലാവരെ കുറിച്ചുമല്ല, ചിലരെങ്കിലും. ഏത് സാഹചര്യമാണെന്ന് പറയുന്നത്, പലവിധ സാഹചര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഒരുപക്ഷെ ബന്ധങ്ങളിൽ തകരാറ് കാണിച്ചതാകാം, കുടുംബ ബന്ധത്തിൽ കാണിച്ചതാകാം, അതുപോലെ തന്നെ ഞാൻ പണമിടപാടുകളിൽ കാണിച്ചതാകാം, എന്തെങ്കിലും കുറ്റബോധം കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഗിൽറ്റ് ഇങ്ങനെ പിളയിക്കൊണ്ടിരിക്കും. എന്നാൽ ലംഘനങ്ങളെ മറയ്ക്കുന്നവനോ ശുഭം വരികയില്ലാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി തിരിഞ്ഞപ്പെട്ടിരിക്കുക. എന്തുകൊണ്ടും ദൈവത്തോട് ഏറ്റു പറയണം. ദൈവം പൊറുക്കുന്നവനാ, ക്ഷമിക്കുന്നവനാ. അവിടെയാണ് നമുക്ക് രക്ഷ. ഇത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, ഞാൻ ദൈവത്തോടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മുറുകെ പിടിക്കണം. ഇടവകയിൽ നിന്ന്, സഭയിൽ നിന്ന് നമ്മൾ ഈ വിഡ്രോ ചെയ്ത് ഒഴിഞ്ഞു മാറുന്ന രീതി. ഇപ്പോൾ നമുക്ക് കൊറോണ കാലത്ത് നമ്മൾ പള്ളിയിൽ അധികം അങ്ങനെ പോകുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച ഒരു സ്റ്റേജ് ആണല്ലോ നമുക്ക് ഈ സൂം സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനൊക്കെ വരാനായിട്ട്, ഞാൻ പേരുകളൊക്കെ അവിടെ ഇവിടെ കാണുന്നുണ്ട്, പടമൊന്നും കാണുന്നില്ല, ക്യാമറ ഓൺ ചെയ്യാത്തതായിരിക്കും. ഏതായാലും നമ്മെ സംബന്ധിച്ച് നമുക്ക് ഈ ഒന്നിച്ചു വരാനുള്ള ഈ സാഹചര്യത്തെ എന്തിനാ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു? യു ക്യാൻ സീ അതേഴ്സ്, യു ക്യാൻ സീ യുവർ സെൽഫ് ആൻഡ് മറ്റുള്ളവരായിട്ടുള്ള. അതുകൊണ്ട് ഒന്നിച്ച് പള്ളിയിൽ കൂടാൻ നിൽക്കുന്നില്ല. ഈ സ്റ്റേജിലേലും നമുക്ക് ഒന്നിച്ച് കാണാനും ഒന്ന് ചിരിക്കാനും നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനും ഒക്കെ ഉള്ള ഒരു സ്റ്റേജായത്. അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അവിടെയും നമുക്ക് റിലീജിയസ് പ്രോബ്ലംസ് വരുന്നതായ ആളുകളുണ്ട്. ഈ പൂർ ചർച്ച് അറ്റൻഡൻസ്, ഇതൊക്കെയുള്ള അവസ്ഥ. വേറെന്നുള്ളത്, നമുക്കെപ്പോഴും ഒരു റിലീജിയസ് സപ്പോർട്ട്, വിശ്വാസികളുടെ ഒരു സപ്പോർട്ട്. നമ്മൾ പറഞ്ഞാൽ വിശ്വാസികളെ ഇത്ര സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതുകൊണ്ട് വിശ്വാസികൾ എൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് മ്യൂച്വലി നമ്മൾ വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഈ കൊറോണ കാലത്ത് ചെയ്യുന്നത്? നമുക്ക് അന്യോന്യം ടെലിഫോൺ ചെയ്താകാം, അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഇത്തരത്തിലുള്ള സൂം സ്റ്റേജിലൂടെ നമുക്ക് ഷെയർ ചെയ്യുന്നതിനാകാം. അതുകൊണ്ട് ആ ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ വി ഹാവ് ടു ഷെയർ അവർ എക്സ്പീരിയൻസസ്, ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. ചില ആളുകളെങ്കിലും ഈ ജീവിതത്തിന്റെ ആ വാർദ്ധക്യ കാലത്ത് നമ്മുടെ അന്ത്യത്തോട് ചേർന്ന് ചിന്തിക്കുന്നു എന്നൊരു തോന്നൽ. അതായത് ഇനി എത്ര കാലം, the pain and the suffering and the pain of death, ഇങ്ങനെയുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വെറുതെ പറഞ്ഞാൽ എഴുതാപ്പുറം വായിക്കുന്നതായ ആളുകൾ, the reality is that I am alive now and how can I make my present life more productive and happy? അതുകൊണ്ട് 4 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. 1, there are physical problems. 2, there are emotional problems. 3, there are social problems. And 4, there are religious problems. ഇത്രയും അസ്വസ്ഥതകളുടെ നടുവിൽ how can I make my life more productive? ഞാൻ ചില പോയിന്റ്സ് മാത്രം പറയാം. how to make it more productive. നമുക്ക് കൂടുതലായി ചിന്തിക്കാനുള്ളത്, we must count on the blessings than the cross. ലഭിച്ചതായ അനുഗ്രഹങ്ങളെ കുറിച്ച് കൗണ്ട് ചെയ്യാൻ, അതിന് വില കൊടുക്കുവാൻ, പ്രാധാന്യം കൊടുക്കുവാൻ, instead of having the cross, the pains, the difficulties. So count on your blessings than the cross. 2, count your gains instead of the loss.
ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് എന്റെ ജോലി കാര്യത്തിലോ ജോലി സ്ഥാനത്തോ മറ്റുള്ളിടത്തോ എന്റെ ബിസിനസ്സിലോ ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനുപരി ലേൺ ടു തിങ്ക് അബൌട്ട് ദ ഗെയിൻസ്, എന്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ച്, ഞാൻ എന്ത് നേടിയതിനെ കുറിച്ച് ചിന്തിപ്പാൻ നമുക്കിടയാകണം. വേറെന്നുള്ളത്, ജീവിതത്തിലെ നമ്മുടെ പെയിനെ കുറിച്ച്, നമ്മൾ വേദനകളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജോയ്സ്, ആനന്ദത്തെ കുറിച്ച്, നമ്മുടെ സന്തോഷത്തെ കുറിച്ച്. നമുക്ക് വേദനകൾ ഇല്ലാത്തവരില്ല. വേദനകളുടെ പട്ടിക നമ്മൾ നോക്കിയാൽ ആർക്കും വേദനകൾ ഉണ്ടാകാം. പക്ഷെ വേദനകളെ കുറിച്ച് ചിന്തിക്കുന്നതിനുപരി നമുക്ക് നമ്മുടെ സന്തോഷത്തെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ശത്രുക്കളെ കുറിച്ച് ചിന്തിക്കുന്നതിനൊക്കെ കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ശത്രുക്കൾ ഉണ്ടാവാം, പക്ഷേ ഞാനൊരു ശത്രുവാകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമുക്ക് ശത്രുക്കളെക്കാൾ കൂടുതൽ ചിന്തിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. വേറെന്നുള്ളത്, നമ്മുടേതായ ഭയത്തെക്കുറിച്ചോ ഇല്ലായ്മയെ കുറിച്ചോ ചിന്തിക്കുന്നതിനുപരി വി ഹാവ് ടു തിങ്ക് മോർ അബൌട്ട് ദ കറേജസ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ള ധൈര്യത്തെ കുറിച്ച്. ഈ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ വാട്ട് ഈസ് ആക്ച്വലി ദ കറേജ്, ഈസ് ദിസ് ദി, നമുക്ക് പ്രശ്നങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഈ ധൈര്യമില്ലായ്മയാണോ? അല്ല, പ്രവർത്തനത്തിലൂടെ നമ്മൾ ധൈര്യം വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ശക്തിയില്ലായ്മ അതല്ല. നമ്മുടെ ഈ ശക്തിയില്ലായ്മ നമുക്ക് ഉണ്ടാകാം, പക്ഷെ അതിലൂടെ നമ്മൾ പ്രവർത്തിച്ച് ഡെവലപ്പിംഗ് ആൻഡ് ഗ്രോയിങ് ഇൻ ടു ആൻഡ് ഹാവിംഗ് ദ കറേജ്, അത് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെന്നുള്ളത്, നമ്മുടേതായ ജീവിതത്തിൽ നാം നേരിട്ടതായ സന്തോഷത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കൂടുതൽ ഇടയാകേണ്ടത് ആവശ്യത്രേ. ജീവിതത്തിൽ നാം അർത്ഥവത്തായി ജീവിതത്തെ നേരിടുവാൻ കഴിഞ്ഞ അവസ്ഥയെക്കുറിച്ച് വേറൊന്ന് പറഞ്ഞാൽ, തിങ്ക് മോർ അബൌട്ട് ദ ഹെൽത്ത് ദാൻ ദ വെൽത്ത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നതായ ആരോഗ്യം, ദ ഹെൽത്ത്, ഉള്ള ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അതിന് പകരം നമുക്കതില്ലല്ലോ ഇതില്ലല്ലോ വെൽത്തിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. വേറൊന്ന് പറഞ്ഞാൽ, കൗണ്ട് ഓൺ ഗോഡ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് അബൌട്ട് യുവർസെൽഫ്. സ്വയത്തെ കുറിച്ച് ഓർത്തിരുന്ന് നിരാശപ്പെട്ടതല്ല, എന്റെ കൂട്ടത്തിലുള്ളവനായ ദൈവത്തെ കുറിച്ച് കൂടുതൽ ചിന്തിപ്പാൻ ഇടയാകണം. ചുരുക്കി പറഞ്ഞാൽ, വാർദ്ധക്യകാലം ഇതൊരു റിയാലിറ്റി. ഇത്രയും ഈ പറഞ്ഞിടത്തോളമാണ് ദീസ് ആർ ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ഈ റിയാലിറ്റി ആയിരിക്കെ ഉൾക്കൊണ്ടിരിക്കെ ഈ റിയാലിറ്റിയിൽ ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ഹാപ്പി? ഞാൻ കുറച്ച് പോയിന്റ്സ് പറയാം. You are going to develop and going to practice it, not from tomorrow, but from today and now. Ipon. The major points, just the points, I'm not going to explain much. And any doubts, and we can have the time for discussion, and you can come up with questions, and no problem. And that I'm going to give you the major points. Work as long as you are healthy. അല്പമേലും ആരോഗ്യമുണ്ടോ ഉള്ളിടത്തോളം കാലം എന്തെങ്കിലും ജോലി ചെയ്യണം. വെറുതെ ചുമ്മാതിരിക്കുന്ന പണി പാടില്ല. ആരോഗ്യം ഉള്ളിടത്തോളം കാലം എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എനിക്ക് റെമ്യൂണറേഷൻ കിട്ടുന്ന ജോലിയാകാം, റെമ്യൂണറേഷൻ കിട്ടാത്ത ജോലിയാകാം. എനി ജോബ് എനിക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഞാൻ എന്തെങ്കിലും ആരോഗ്യം ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. നെവർ സിറ്റ് ഐഡിൽ and waste your energy. Never sit idle and never waste your energy. വെറുതെ ഐഡിൽ ആയിട്ടിരുന്ന എനർജി വേസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. രണ്ടാമതായി, ലേൺ ടു ഹാൻഡ് ഓവർ ദ റെസ്പോൺസിബിലിറ്റി ടു യുവർ ചിൽഡ്രൻ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മക്കളിലേക്ക് കൈമാറാൻ മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് ഒരുക്കമുള്ളവരാണ്. ഡോണ്ട് ഹോൾഡ് ഇറ്റ് ബാക്ക്. ഒരു കാരണവശാലും അമ്മമാരെ എളിക്ക് തിരികിയിരിക്കുന്ന താക്കോലെടുത്ത മരുമക്കളുടെ കയ്യിലേക്ക് ഇന്ന് കൊടുത്തേക്കണം. കൈ വെച്ചേക്കണം. Let them handle it. They are quite able enough to do it. Believe that they can. Suppose ഒരുപക്ഷെ എന്നെക്കാൾ മെച്ചമായി ഹാൻഡ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരിക്കുന്ന കാര്യമില്ല. സോ ഹാൻഡ് ഓവർ ദ റെസ്പോൺസിബിലിറ്റീസ് ടു യുവർ ചിൽഡ്രൻ. മൂന്നാമതായി, we should have a life goal. നമുക്ക് ഓരോ ദിവസത്തേക്കും ഒരു ഗോള് വേണം. എന്താ ഗോൾ എന്നറിയാമോ?
ഐ വിൽ മേക്ക് സമൺ ഹാപ്പി ടുഡേ. ഇന്ന് ഞാൻ ഒരാൾക്കെങ്കിലും സന്തോഷം കൊടുക്കും. ഒരുപക്ഷെ ഭാര്യയ്ക്കാകും, ഭർത്താവിനാകും, മകൾക്കാകും, പള്ളിയിലച്ഛനാകും, അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഞാൻ ഇന്ന് സന്തോഷം കൊടുക്കും. എല്ലാവർക്കും വേണ്ട, അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ. ഇത് നമുക്ക് ദിവസവും ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. നാലാമതായി, ലേൺ ടു ടോക്ക് ഗുഡ് തിങ്സ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ പഠിക്കണം. അവരുടെ എന്നാ കുറവുണ്ട്, അവർക്ക് എന്നാ വീഴ്ചയുണ്ട്, തകരാറുണ്ട്, അത് കണ്ടിരിക്കാനോ കേട്ടിരിക്കാനോ അത് പറയാനോ അല്ല. യു ടോക്ക് അബൌട്ട് ദ ഗുഡ് തിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരിലെ നന്മകളെ കാണാനും ആ നന്മകളെ കുറിച്ച് പറയാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും. വേർത്ത് പറഞ്ഞാൽ, മറ്റുള്ളവരെ നന്മ കാണുമ്പോൾ ലേൺ ടു അപ്രീഷിയേറ്റ് ദം ഓൾസോ. അവരെ അഭിനന്ദിക്കാനും പഠിക്കണം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെയുള്ളതായ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അഭിനന്ദിക്കണം. അതുപോലെ തന്നെ അവരോട് തുറന്ന് ആ അഭിനന്ദനങ്ങൾ പറയുവാനും നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, അവോയ്ഡ് ഓൾ ദ ഡിമാൻഡ്സ്. വാർദ്ധക്യകാലത്തെ നമ്മുടെ ഡിമാൻഡ്സ്, ഞാൻ ചെമ്പുകലത്തിലെ ചോറ് ഉണ്ണത്തുള്ളൂ, ഫ്രിഡ്ജിലേത് ഞാൻ കഴിക്കത്തില്ല, പിന്നെന്തോ എടുക്കാൻ പോകുന്നേ, ഈ പെട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് അത് കഴിക്കത്തില്ല, അതെന്താ സ്വഭാവം? അതുകൊണ്ട് നമ്മുടെ ചില നിർബന്ധങ്ങൾ, ഞാൻ ബലാകുളിശാലി കെട്ടിയേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. നിർബന്ധങ്ങൾ അവോയ്ഡ് ചെയ്യണം. നിർബന്ധം കൂടുമ്പോഴാണ് മക്കൾക്ക് നമ്മൾ തലവേദനയായി മാറുന്നത്. മക്കളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, കുഴപ്പമുള്ളവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടേതായ നിർബന്ധങ്ങൾ, രീതികൾ എങ്ങനെയുണ്ട്? അതുകൊണ്ട് അവോയ്ഡ് ഓൾ ദ, നമ്മുടെ ആ നിർബന്ധങ്ങളെല്ലാം നമ്മളൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മെ സംബന്ധിച്ച് ഈ പ്രാക്ടീസ്, ഞാൻ നിർബന്ധം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് പ്രാക്ടീസ് ഗിവിങ്. എന്നാലും ആവോളം എന്തെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും, വാട്ട് ഓൾ ദാറ്റ് ഐ കൻ ഗിവ് ടു ദി അതർ. അതിന്റെ ഭാഷ കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട്, എന്റെ സ്വഭാവം കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, നോട്ടം കൊണ്ട്, ചിരി കൊണ്ട്, വാക്കുകൊണ്ട് എന്ത് സന്തോഷം എനിക്ക് മറ്റുള്ളവർ കൊടുക്കാൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് അബൌട്ട് വാട്ട് ഐ കൻ ഗെറ്റ്, തിങ്ക് അബൌട്ട് വാട്ട് യു കൻ ഗിവ് അതർ. അതുകൊണ്ട് അവോയ്ഡ് ഓൾ ദ ഡിമാൻഡ്സ്. മറ്റൊന്നുള്ളത്, ഡെവലപ്പ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോട് വളരെ ഈ കാലങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ബന്ധം വളർത്തിയെടുക്കണം. ഈ കാലം എന്റെ ദൈവത്തോട് ഞാൻ ഏറ്റവും അടുക്കുക, ഞാൻ എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നന്ന്. നമ്മുടെ സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി, അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ ചിന്തിച്ചു. ഒടുവിൽ ഞാൻ ദേവാലയത്തിൽ ചെന്നു, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ മുറുകെ പിടിക്കും. ദൈവത്തിൽ മുറുകെ പിടിക്കുന്നൊരവസ്ഥ, ആ ദൈവത്തോട് എടുക്കുന്നത്. സോ ഡെവലപ്പ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഞാൻ എന്റെ യഹോവയോട് പ്രാർത്ഥിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം ഈ കൊറോണ കാലത്ത് നമുക്ക് ചെയ്യാവുന്ന വലിയൊരു സംഗതിയുണ്ട്. ബൈബിള് വായിക്കണമെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചു, മുഴുവനും മൊത്തം ബൈബിൾ എനിക്ക് വായിച്ചു തീർക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കൊറോണ കാലം അതിന് പറ്റിയ സമയം. ഒരു ദിവസം ഒരു 5 അധ്യായം വെച്ചങ്ങ് വായിച്ചാൽ അപ്പൊ നമുക്ക് ഏതാണ്ടൊക്കെ എളുപ്പം തീർക്കാൻ പറ്റും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടങ്ങ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരാ. ഞാൻ ചെയ്യാൻ ശ്രമിച്ചല്ലോ, ഇത് പറയും അച്ഛാ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നടക്കത്തില്ല. തുടങ്ങാനുള്ള പറ്റിയ ദിവസം എന്നാ? ഇന്ന്, ഇപ്പോ. അതുകൊണ്ട് ബിഗിൻ ദേ. വേറെന്നുള്ളത്, ലേൺ ടു കോഓപ്പറേറ്റ് വിത്ത് യങ്സ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിറ്റിസൈസിങ് ദം. ചെറുപ്പക്കാരെ വിമർശിക്കുന്നതിനുപരി അവരോട് പരമാവധി സഹകരിക്കാൻ പഠിക്കണം. ലേൺ ടു കോഓപ്പറേറ്റ് വിത്ത് ദം. പല ആളുകളിലും വരുന്ന ഒരു അപകടമാണ് ചെറുപ്പക്കാരോട് സഹകരിക്കുന്നതിന് പകരം അവർ വിമർശിക്കാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ അല്ലേലും നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ ഇങ്ങനെ നേരെയുള്ള ഒഴുത്തരവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതിനോട് കൂടി പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല. യുവജനങ്ങളോട് സഹകരിപ്പാൻ, അവരെ സഹായിപ്പാൻ, അവരെ അഭിനന്ദിക്കുവാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ, അവർക്ക് നല്ലതായ ചിന്തകൾ, ആലോചന കൊടുക്കുവാൻ, വിമർശനത്തിന് പകരം അവരെ അഭിനന്ദിക്കുന്നവരായി മാറുവാനിടയാകും. വേറൊന്നുള്ളത്, ലേൺ ടു എൻജോയ് ദ ഗ്രാൻഡ് ചിൽഡ്രൻ. കൊച്ചുമക്കളെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. കൊച്ചുമക്കളുടെ മേലിൽ ഭരിക്കാനല്ല, ലേൺ ടു എൻജോയ് ദം.
ഇരിക്കുവാൻ, ചിരിക്കുവാൻ, കളിക്കുവാൻ, തമാശ പറയുവാൻ, ഉരുണ്ടുപിടിക്കുവാൻ. അപ്പൊ അവരോട് കൂടെ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോ കൊച്ചുമക്കളുമായിട്ട് വളരെ സന്തോഷമുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ചില കുഞ്ഞുങ്ങളുണ്ട്, ചെറു കൊച്ചുമക്കൾ കിണറ്റിൽ ചെന്ന് എത്തി നോക്കുന്നവരുണ്ട്. മുറ്റത്തിറങ്ങിയാൽ നേരെ കിണറ്റിന്റെ അവിടെ എത്തി നോക്കാൻ പോകുന്നത്. നമ്മൾ എടാ വാടാ ഇവിടെ എന്ന് പറഞ്ഞ് അവനെ പിടിക്കാൻ അങ്ങോട്ട് ഓടിയാൽ അവൻ രണ്ടും മുഴുവൻ കൂടെ വീണ്ടും മുന്നോട്ട് പോകും, ഉറപ്പാ. അതിന് പകരം മോൻ കുരങ്ങനെ കണ്ടോന്ന് ചോദിച്ച് കുരങ്ങ് കളിക്കുന്ന പോലെ ഒന്ന് കളിച്ച് കാണിക്കാമെന്ന് കൊച്ച കുരങ്ങനെ കാണാൻ ഓടി വരും. ഈ കുഞ്ഞുങ്ങളോടുകൂടെ നമ്മളൊന്ന് കളിക്കാമെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും. അവരെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് അവരുമായി സഹകരിപ്പാൻ, വാർദ്ധക്യകാലം കുഞ്ഞുങ്ങളുടെ ആനന്ദിക്കാനായിട്ട് കഴിയും. ലേൺ ടു എൻജോയ് ദ ഗ്രാൻഡ് ചിൽഡ്രൻ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ദ ക്രിട്ടിസൈസേഴ്സ്. വേറെന്നുള്ളത്, നെവർ ബി എൻവിയസ് ടു അവർ ചിൽഡ്രൻ. നമ്മുടെ മക്കളോട് തന്നെ ഒരു തരം കുശുമ്പുള്ളവരായി മാറി. അറിയാതെ ചിലർക്ക് അത് ഉണ്ടാകുന്നു. മക്കളോടാകാം, മരുമക്കളോടാകാം, ഒരു തരം കുശുമ്പ്, എൻവി, ഒരു തരം അസൂയ, പക. അങ്ങനെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എവിടെയാ നമ്മളിത് കണ്ടത്? പെരുന്തച്ഛനിൽ തുടങ്ങിയതാണ്. മകന്റെ വളർച്ച കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതിരുന്ന പെരുന്തച്ഛൻ കെട്ടിടത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പണിതുകൊണ്ടിരിക്കെ വീതുള്ളി നേരെ മകന്റെ കഴുത്തിനിട്ടതായ സംഭവം നമുക്കറിയാം. ഇത് മകന്റെ വളർച്ചയിൽ കണ്ട അസൂയ കൊണ്ട് ചെയ്തതാണ്. ഇത്തരം അസൂയ ചിലപ്പോ ചിലരിലെങ്കിലും വിവരക്കേട് ഉണ്ടായെന്ന് വരാം. അതൊരിക്കലും പാടില്ല. നെവർ ബി എൻവിയസ് ടു അവർ ചിൽഡ്രൻ. മറ്റൊന്നുള്ളത്, നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം. ഞാൻ ഇന്ന് വരെ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, ഞാൻ ആയിരുന്നതിനെ കുറിച്ചൊരു അഭിമാനം. ഇപ്പൊ ഞാൻ അല്ലാത്തതിനെ കുറിച്ചുള്ള ദുഃഖമല്ല, ഞാൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു. ആൻഡ് ബി പ്രൗഡ് ഓഫ് വാട്ട് യു വേർ. ആയിരുന്നതിനെ കുറിച്ചുള്ള അഭിമാനത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് നമുക്ക് ഈ കാലത്ത് ആവശ്യം. ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ പദം പറയുകയോ അല്ലെങ്കിൽ ഞാൻ മാറിയിരിക്കുകയോ ഇതൊന്നും അല്ല. നമുക്ക് ഇന്ന് സന്തോഷിപ്പാനുള്ളത് ഞാൻ എന്തായിരുന്നു. ദ സെൽഫ് റെസ്പെക്ട് വി ഡു ഹാവ്. നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉള്ളപ്പോഴാണ് മറ്റു എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും സഹകരിപ്പാനും അഭിനന്ദിക്കുവാനും അവരോട് സഹകരിപ്പാനും ഒക്കെ തോന്നുന്നപ്പോഴാണ്. അതുകൊണ്ട് ഡെവലപ്പ് ദ സെൽഫ് റെസ്പെക്ട്. വേർത്ത് പറഞ്ഞാൽ ലേൺ ടു എൻജോയ് യുവർ ഗെയിംസ്. നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യാൻ, ആൻഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ് ഗെയിൻഡ്. എന്തെല്ലാം നേടിയതിനെ കുറിച്ചുള്ള ഉള്ളിന്റെ സംതൃപ്തി. നേടാൻ കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഇൻട്രാസൈക്കിക് ലോസ്, നേടാൻ കഴിയാത്തതിനെ കുറിച്ച് എനിക്കുണ്ടാകുന്ന ആ അസ്വസ്ഥതയിലൊക്കെ ഉപരി എനിക്ക് എന്തെല്ലാം നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. സോ കം ഔട്ട് ഓഫ് ദി ഇൻട്രാസൈക്കിക് ലോസ് ആൻഡ് കം ഹിയർ ആൻഡ് ബി ഹാപ്പി അബൌട്ട് വാട്ട് യു ഹാവ് ഗെയിൻഡ്. ഞാൻ നേടിയതിനെ കുറിച്ചുള്ളതായ ആ ഒരു സംതൃപ്തി, ദി അച്ചീവ്മെന്റ്സ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ദൈവം തന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, വാർദ്ധക്യകാലം ആനന്ദിപ്പാൻ, നമുക്ക് സന്തോഷിപ്പാനായി ദൈവം തന്നിട്ടുള്ള കാലമാകും. ഇത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് മക്കളുമായി സന്തോഷിക്കുന്ന കാലം, ഇത് ഈ വാർദ്ധക്യകാലം ആനന്ദത്തിന്റെ അവസരമാകുമെന്ന് ഓർക്കണം. തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും. എന്നാൽ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ എന്ന് പറയുമ്പോൾ പിതാക്കന്മാരെ നിങ്ങൾ മക്കളെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തുകയും. ഇത് കുടുംബ സന്തോഷം നിലനിർത്തുവാൻ നമുക്ക് ആവശ്യമാണ്. അടുത്ത തലമുറ കാണണം ഞാൻ എന്താണ് എൻ്റെ പിതാക്കന്മാരോട് കാണിക്കുന്നത്. കേട്ടിട്ടുണ്ടല്ലോ, ഒരപ്പൻ അങ്ങേരുടെ അപ്പന് കൊടുത്തതായ ഭക്ഷണം കൊടുക്കുന്നതായ പാത്രം കണ്ടതായ ഒരു പയ്യൻ വഴിയിൽ കണ്ടതായ പുരയിടത്തിൽ കണ്ടതായ ഒരു പഴയ പൊളിഞ്ഞ പാത്രം ഇവൻ തപ്പിയെടുത്തോണ്ട് വന്ന് തല്ലി നോർത്ത് വെക്കുന്ന കണ്ടപ്പോ അപ്പൻ ചോദിച്ചു, എന്തിനാടാ ഇത്? അത് അപ്പയുടെ വാർദ്ധക്യകാലത്ത് അപ്പയ്ക്ക് ചോറ് തരാനുള്ള പാത്രമാണെന്ന് പറഞ്ഞ മകൻ. ഓർക്കണം, ആർ വി ദ മോഡൽ ടു അവർ നെക്സ്റ്റ് ജനറേഷൻ? ഈ നേപ്പാളിൽ ഒരു കാലത്ത് ഒരു ആചാരം ഉണ്ടായിരുന്നു. പ്രായമായവർ 80 വയസ്സായി കഴിയുമ്പോൾ ആഘോഷത്തോടെ അവരെ മലയുടെ മുകളിൽ കൊണ്ടിരുന്നു. മലയുടെ മുകളിൽ കൊണ്ടിരുന്നിട്ട്
അവരെ മലയുടെ കീഴിലേക്ക് തിരുവാരത്തേക്ക് അവരെ എറിയുന്ന ആഘോഷത്തോടെ കൊണ്ടുപോകുന്നത്. വാർദ്ധക്യകാലത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഈ വാർദ്ധക്യകാലം ഇങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ 80 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും മലയുടെ വെളിയിൽ നിന്ന് നേരെ അവർ താഴോട്ട് എറിയും. അങ്ങനെ ഇരിക്കെ ഒരു 80 വയസ്സുകാരനെയും കൊണ്ട് മുകളിൽ ചെന്നപ്പോൾ ഈ 80 വയസ്സുകാരൻ കൊണ്ടുചെന്ന 5 മക്കളും കൂടെ കൊണ്ടുചെന്നത് 5 മക്കളോട് പറഞ്ഞതായ ഒരു വാചകം, എന്റെ ഈ ചെറുപ്പത്തിൽ എന്റെ വല്യപ്പനെയും കൊണ്ട് ഞാൻ അപ്പനെയും കൊണ്ട് ഇവിടെ വന്ന് താഴോട്ട് എറിഞ്ഞ സ്ഥലം ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ. എന്റെ അപ്പനെ കൊണ്ടുവന്ന് ഞാൻ എറിഞ്ഞ സ്ഥലം 80 വയസ്സായപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ എവിടെ നിന്നാ എറിഞ്ഞൊന്ന് കണ്ടോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അനുഭവിച്ച മാനസിക വ്യഥ എന്തായിരുന്നു എന്ന് ആ മനുഷ്യൻ തന്റെ മക്കളോട് പറഞ്ഞു. ഈ 5 മക്കളും അത് ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് അവർ ഈ അപ്പനെയും കൂട്ടിക്കൊണ്ട് ഭവനത്തിൽ ചെന്ന് അപ്പനെ ശുശ്രൂഷിച്ച് വളർത്തി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഓർക്കണം, ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു പതിവ്. എന്നാൽ എന്താണ് എനിക്ക് ഇന്ന് എന്റെ തലമുറയ്ക്ക് കൊടുക്കാനുള്ള മാതൃക? ആ രീതിയിൽ അത് കൊടുക്കുകയും അതോടൊപ്പം മക്കളുമായി സന്തോഷിക്കുകയും കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളെ കുറിച്ച് ആനന്ദിച്ച് അഭിമാനിക്കുകയും ഇനിയുള്ള ജീവിതകാലം ഏറ്റവും ആനന്ദമാക്കി സന്തോഷമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകുകയും ചെയ്യട്ടെ. വേറെ പറഞ്ഞാൽ ദ ജോയ് ഓഫ് ദിസ് ഏജ്, നമ്മുടെ ഈ കാലത്തിന്റെ ജോയ്, ദാറ്റ് ഈസ് നോട്ട് ദ ഗിഫ്റ്റ് ഓഫ് എവരിബഡി. ആരും നമുക്ക് തരുന്നതല്ല, എങ്ങൊന്നും വിലയ്ക്ക് വാങ്ങാവുന്നതുമല്ല. ദാറ്റ് ഹാസ് ടു ബി ക്രിയേറ്റഡ്. ദൈവം തന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വളർത്തിയെടുക്കുവാനും സന്തോഷിക്കുവാനും ആ സന്തോഷം ഉൾക്കൊള്ളുവാനും നാം ആയിരിക്കുന്ന ചുറ്റുപാടും മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്കിടയാകും. അത്തരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ. ഈ വാർദ്ധക്യകാലം ദുഃഖിക്കാനുള്ള അവസരമല്ല, സന്തോഷിക്കാനുള്ള അവസരമാണ്. അത് സന്തോഷം വരുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളോട് ചേർന്ന് ഈ സന്ധ്യയിൽ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട വീരമല്ലി അച്ഛനോടുള്ള എൻ്റെ സ്നേഹം, സന്തോഷം, നന്ദി ഞാൻ അറിയിക്കുന്നു. കൊച്ചമ്മയോടും എല്ലാം ഉള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് കുറെ പേരെ കാണുവാൻ അവസരമുണ്ടായി. എല്ലാവരും ഉള്ളതായ സന്തോഷം, നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. വാർദ്ധക്യകാലം അനുഗ്രഹമായി തീരട്ടെയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റു ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ടൈം ഫോർ ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളുണ്ട്, ചോദിക്കും. അറിയാവുന്ന ഗിൽറ്റിനെ കുറിച്ച് പറഞ്ഞേ. ഗിൽറ്റ് ശരിക്കും വേണ്ടിയൊരു സാധനം അല്ലേ? അല്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള അവബോധം ആവശ്യമാണ്. പക്ഷെ കുറ്റബോധത്തിൽ ഇരിക്കുന്നത് അപകടമാണ്. ഇരിക്കണ്ട, പക്ഷെ നമ്മളെ ഒക്കെ വഴക്ക് പറയും. ഒരു ഗ്ലാസ് പൊട്ടിച്ചാൽ കണ്ടില്ല, അത്രയൊന്നും ചെയ്തിട്ടൊരു കുറ്റബോധം പോലും തോന്നുന്നില്ലല്ലോ. പക്ഷെ കുറ്റബോധം തോന്നിയാലല്ലേ നമുക്ക് അനുദവിക്കാനായിട്ടുള്ളൊരു ഇത് തോന്നുള്ളൂ എന്നാ ഞാൻ ചോദിക്കുന്നത്. കുറ്റബോധം തോന്നേണ്ടത് ആവശ്യമാണ്. കുറ്റബോധത്തിൽ ഇരുന്ന് മനപ്രയാസപ്പെട്ടുകൊണ്ടിരിക്കരുത് എന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് വേണ്ട. കുറ്റബോധം ഉണ്ടാകുന്നത് തിരുത്തലിനും സഹായിക്കണം. അല്ലാതെ കുറ്റബോധം ഇരുന്ന് മനപ്രയാസപ്പെട്ടുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കാനുള്ളതല്ല. തെറ്റുകളെ കുറിച്ചുള്ള അവബോധം വേണം. അത് കുറ്റബോധമല്ല, എന്റെ തെറ്റുകളെ കുറിച്ചുള്ള അവബോധം വേണം. ആ അവബോധത്തിൽ ഞാൻ അവയെ തിരുത്തണം. അതിനാ തിരുന്ന് നീറേണ്ട കാര്യമില്ല. എന്നിട്ട് ആ തീരുമാനം അത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള തീരുമാനം എടുക്കണം. അതാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതാ രണ്ടാമത് അത് ചെയ്യാതിരിക്കണമെങ്കിൽ ആദ്യം ചെയ്ത ആ തെറ്റിനെ കുറിച്ച് നമുക്ക് തെറ്റാണെന്നുള്ള അവബോധം ഉണ്ടാവണം. അത് വേണം. അത് തീർച്ചയായിട്ടും ഞാൻ എഗ്രി ചെയ്യും. റൈറ്റ്. എന്നാൽ ആ കുറ്റബോധത്തിൽ ഇരുന്നുകൊണ്ട് നീറിക്കൊണ്ടിരിക്കുന്നത് സ്വയം നശിക്കുന്നുണ്ട്. ചോദിച്ച് അത് അനുദപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇരിക്കേണ്ട കാര്യമില്ല. ആണല്ലോ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവനോ ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതാ. ഓക്കെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. CP തോമസ്. CP ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. ഒരു കാര്യമുള്ളത്, ഈ മക്കൾക്ക് വസ്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എഴുതി കൊടുക്കരുതെന്നാണല്ലോ പറയുന്നത്. ബില്ല് മാത്രമേ എഴുതാവുന്നു. അതെന്താ? അതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അങ്ങനെ പലയിടത്തും എഴുതി കൊടുത്തവർ പിന്നീട് വലിയ പ്രയാസം പേരൻസിന് ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട്.
എഴുതി കൊടുക്കരുതെന്ന് പറയുന്നതിനോട് എനിക്ക് അതായത് അവൻ അവകാശപ്പെട്ടത് അവൻ എഴുതി കൊടുക്കണം, ഉപയോഗിക്കണം. അതായത് അപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളിൽ ഇളയവൻ വന്ന് അപ്പ എനിക്ക് തരേണ്ടുന്ന പങ്ക് തരണേന്ന് പറഞ്ഞാൽ അപ്പനത് എഴുതി കൊടുത്തു. കൊണ്ടുപോയി അവൻ മുഴുവൻ നശിപ്പിച്ചു. എന്നാൽ അവൻ ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കുമ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന പേരിന് യോഗ്യനല്ല, അനുതാപത്തോടെ തിരിച്ചു വന്നൊരവസ്ഥ. ഞാൻ അവന്റെ കൊടുക്കാതിരുന്നിട്ട് ഇവൻ എന്നാ ഇവനെ ജീവിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് അവൻ അവകാശപ്പെട്ട കൊടുക്കണം, പക്ഷെ കൈകാര്യം ചെയ്യാൻ അവനെ പഠിപ്പിച്ചുകൊണ്ട് വേണം കൊടുക്കാൻ. ഞാൻ കൊടുക്കുന്നത് ക്രിയേറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് അവന്റെ കൊടുക്കണം. അതുകൊണ്ട് കൊടുക്കാതെ ഞാൻ എല്ലാ കാലവും അവനെ നോക്കിയിരുന്നാൽ പറ്റിയില്ല. നമ്മളിപ്പോ പലയിടത്തും വായിച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ കൊടുത്തിട്ടുള്ളവർ പിന്നെ മക്കളെ പേരൻസിന് വളരെയധികം ഹരാസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് ഇവരുടെ ബന്ധങ്ങളിൽ വന്ന തകരാറുകളുടെ അപകടം കൊണ്ട്, അവരുടെ ബന്ധങ്ങളിൽ വന്ന തകരാറുകൾ അത് അപ്പന്റെ കൂടെ കൈ കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കാണും. ആ ബന്ധങ്ങളിൽ വന്ന തകരാറുണ്ടായി. എല്ലാ മക്കളും അത് ചെയ്യുന്നില്ല, എല്ലാവരും ചെയ്യുമായിരിക്കും. പക്ഷെ ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതായ ഡെവലപ്മെന്റ്സ്. അതുകൊണ്ട് കൊടുക്കരുത് എന്ന അർത്ഥമില്ല, കൊടുക്കണം. അല്ലാതെ പിന്നെ നമ്മൾ ആർക്കും കൊടുക്കാന് നമ്മളങ്ങ് പോകുന്നില്ല. ആർക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ബില്ല് എഴുതി വെക്കണമെന്ന് പറയുന്നത്. വിളിച്ചാലും പിന്നെ അവൻ ഉപയോഗിക്കാമല്ലോ. പക്ഷെ അവൻ ഞാനോട് ആരോഗ്യം ഉള്ളപ്പോ അവൻ കൈകാര്യം ചെയ്യുന്ന കാണുന്നതിന് ഒരു സുഖം. കൈകാര്യം ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഇത് ഓണർഷിപ്പ് എഴുതി കൊടുക്കരുതെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എല്ലാവരും പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അതിന് ഇച്ചിരി തിരുത്താം. അവനെ കൊടുത്ത് അവൻ കൈകാര്യം ചെയ്യാൻ, അവനെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ നല്ലത്, അതൊക്കെ എഗ്രി ചെയ്തു. ചില കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്നെ അവൻ തള്ളിക്കളയെന്നുള്ള ഭയം കൊണ്ടാണെങ്കിൽ എനിക്കുള്ളത് ഞാൻ വെച്ചേച്ച് ബാക്കി അവന്റെ കൊടുക്കാം. പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ട് ബാക്കി അവൻ എടുത്തോളൂ. അങ്ങനെ ഒരു വില്ലേജ് ചോദിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് സംശയിക്കണ്ടെന്നേ. ഇല്ലില്ല, ഞാൻ പറയായിരുന്നു, ഞാൻ എന്നെ കുറിച്ചല്ല. മനസ്സിലായി. ഓക്കെ, ഇനി അത് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജോണച്ചൻ ഒന്നും പറയില്ല. പിന്നെ അവസാനിപ്പിക്കും, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. Okay. So thank you very much for giving me this chance. Thank you. Okay. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ, ബഹുമാനമുള്ള ഡോക്ടർ TJ തോമസ് അച്ഛൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാലയം ടോക്ക് സീരീസിന്റെ 2ാമത്തെ സെഷനിലെ 2ാമത്തെ ടോക്ക്. കഴിഞ്ഞ ആഴ്ച ബാബു ജോസഫ് സാറായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട പ്രിയ അച്ഛൻ നമ്മളോട് സംസാരിച്ചു. അച്ഛന് ഈ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മേഖലകളെയും സ്പർശിച്ചാണ് സംസാരിച്ചത്. നമുക്ക് വളരെയധികം ഇഷ്ടമായി. അതിന്റെ മുകളിൽ ഒന്നും ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. പിന്നെ പ്രാക്ടിക്കൽ സൈഡിൽ വരുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്പം പ്രയാസം ഉണ്ടാകാൻ സാധ്യത. ചിലർക്കെങ്കിലും അല്ല, ചില കാര്യങ്ങളൊക്കെ പിന്നെ അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും അടുത്തൊരു ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളൊരു കാര്യം വളരെ യാഥാർത്ഥ്യമാണല്ലോ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ സാധിക്കാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരു പുതിയൊരു ഉൾക്കാഴ്ചയോടുകൂടെ വാർദ്ധക്യം ചിലപ്പം നഷ്ടത്തിന്റെ അവസരമായെന്ന് തോന്നുമെങ്കിലും നമുക്ക് ദൈവവിശ്വാസം അനുസരിച്ച് നമുക്ക് കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുന്നു. അത് വലിയ പ്രത്യാശയുടെ, വലിയ പ്രതീക്ഷയുടെ, വലിയ സന്തോഷത്തിന്റെ, ഒരു ഐശ്വര്യത്തിന്റെ അനുഭവമായി നമ്മുടെ ഭവനത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. അപ്രകാരം നമുക്ക് പുതിയ ഉൾക്കാഴ്ചകളാണ് അച്ഛൻ്റെ ഈ ടോക്കിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
പ്രിയപ്പെട്ട അച്ഛനോട് വളരെയധികം സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ വൈകുന്നേരം അർത്ഥപൂർണമായി ചെലവിടുവാൻ ഞങ്ങളോട് അച്ഛൻ സമയം ചെലവഴിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ജിനുവച്ചൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനന്ദത്തിനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവെ, അനുഗ്രഹിക്കപ്പെട്ട വൈകുന്നേരം ഞങ്ങൾക്ക് ഒരുമിച്ച് പലയിടങ്ങളിൽ കർത്താവെ ഈ പ്രത്യേകമായിട്ടുള്ള സൂം പ്ലാറ്റ്ഫോമിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടുത്തെ സന്നിധിയിൽ കർത്താവെ ഒരുമിച്ച് അടുത്ത് വരുവാൻ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സമൂഹം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നത്തെ പറ്റിയാകുന്നു, ദൈവമേ, ഒരു വിഷയത്തെ പറ്റിയാകുന്നല്ലോ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഞങ്ങൾക്ക് ലഭിച്ച പുതിയ ഉൾക്കാഴ്ചകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിനായിട്ട് ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്ന അച്ഛനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, അനേക നാടുകളിൽ ഈ സഭയിലും സമൂഹത്തിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാൻ എൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിലും കർത്താവെ അനേകം ഇടങ്ങളിൽ പ്രിയപ്പെട്ട പലർക്കും പല മീറ്റിങ്ങുകൾക്കും ഒക്കെ നേതൃത്വം നൽകുന്നുവല്ലോ. അവിടുന്ന് ആവശ്യമായ കൃപകളാൽ അവിടുന്ന് തുടർന്നും പരിപാലിക്കണം പ്രാർത്ഥിക്കുന്ന കുടുംബമായി അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി വ്യക്തികളായി നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരികുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളായി ജീവിപ്പാൻ തക്കണം ദൈവമേ, ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കും. എവിടെയൊക്കെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തണമെന്നുള്ള മനസ്സിലാക്കൽ ഉണ്ടാകുവാനും അത് തിരുത്തുവാനുള്ള തയ്യാറെടുപ്പോടുകൂടെ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. ഇനി കാണുവരെയും നിന്റെ ചെറുമറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്ഷീണത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ പ്രത്യേകം നിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കി അനുഗ്രഹവും സൗഖ്യവും പ്രത്യാശയും ബലവും പ്രാപിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരു നാളും കൈവിടാത്ത ക്രിസ്തുവിന്റെ കരം പിടിച്ച് ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പ്രിയ ദൈവത്തിന്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദം ഞങ്ങൾ കർത്താവ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ പ്രാർത്ഥന ഓർത്ത എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ശാലേന ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിനോടും അവരുടെ എല്ലാ കൂട്ടായ്മയോടും ജീവിതാവശ്യങ്ങളോടും കൂടിയും ഓരോ കുടുംബങ്ങളോടുകൂടിയും ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.